ഇത് കാര്യപ്രസക്തി മാത്രമുള്ള വിഷയമാണ് ഈ പ്രസ് മീറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1 മണി വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സമയം. പര്യാപ്തമല്ലെങ്കിൽ അരമണിക്കൂർ കൂടി മുന്നോട്ട് നമുക്ക് നീക്കാം. അതല്ല, അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. പക്ഷെ നിങ്ങളുടെ കൃത്യം നിർവഹിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ഏൽപ്പിച്ച് മാത്രമേ ഇതിന്റെ ഒരംശവും വിട്ടുപോകാൻ പാടില്ല എന്നുള്ളത് എന്റെ ഒരു അവകാശമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം 75,000 വോട്ട് തന്ന് ജയിപ്പിച്ചു വിട്ടെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിന്റെ പൂർണ്ണ നിർവഹണത്തിലേക്ക് തന്നെയാണ് ഞാൻ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എവിടെയൊക്കെ ഓടിയെത്തുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് പറഞ്ഞു തള്ളി കൊണ്ടുപോകാനൊക്കത്തില്ല. പക്ഷെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊരു ഡീസ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്റെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടാവുന്നില്ല. വളരെ നികൃഷ്ടമായ രാഷ്ട്രീയ ചിന്താഗതിയുടെയും പ്രത്യയശാസ്ത്രം നയിക്കുന്നവർ മാത്രമാണ് അങ്ങനെയുള്ള വിക്രിയകൾ ഏർപ്പെടുന്നത്. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരിക്കും ഈ ഒരു സത്പ്രവർത്തനമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, ഇത് കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് പുനരധിവാസ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജില്ലാ നേതൃത്വത്തിന് എന്റെ രാഷ്ട്രീയ കക്ഷിയും അന്ന് പലയിടങ്ങളിലേക്ക് ഇതിന്റെ പ്രഥമ പൗരൻ ഈ ജില്ലയുടെ എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടർ അദ്ദേഹത്തെയും ഈ പട്ടണത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ മേയർ എന്ന നിലയ്ക്ക്, ആദ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് മേയർ വർഗീസ് ചേട്ടനെയും ഒക്കെ എല്ലായിടത്തും ക്ഷണിച്ചിട്ടുണ്ട്. അവലോകനം നടത്തുന്നതിന് വേണ്ടി മാത്രം, വെറുതെ പോയി കാഴ്ച കണ്ട് വിലയിരുത്തി വന്നാൽ പോരാ. ഒരു യഥാർത്ഥമായ ആഴത്തിലുള്ള അവലോകനം ആ സന്ദർശനങ്ങളിലൂടെ നടക്കണമെന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയുടെ പുറത്താണ് അങ്ങനെ ചെയ്തത്. ആർക്കും വരാൻ അന്നേരമൊന്നും അവരെല്ലാം മതിയായ കാരണങ്ങൾ പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. മറിച്ച് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ വളരെ പ്രസക്തമായ വിഷയം. ഇത് ഈ വർഷത്തെ ഇപ്പൊ കുന്നുകൂടി കിടക്കുന്ന വെള്ളം അങ്ങ് ഒഴുക്കി വിടാനുള്ള പദ്ധതിയാണോ? 25-30 വർഷം തൃശൂർ ജില്ലയിൽ, പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ അറബിക്കടലിനോടടുത്ത് ഇതിന്റെ എക്സിറ്റ് പോയിന്റ്സിലേക്ക് ഈ വെള്ളമൊന്നും എത്തുന്നില്ല, ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന പുനഃക്രമീകരിക്കപ്പെട്ട ഒരു സംവിധാനത്തിന് ഒരു നിരന്തരമായ തിരുത്താണോ ഒരു MP എന്ന നിലയ്ക്ക് കൊണ്ടുവരുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. പക്ഷെ മനസ്സ് മടക്കേണ്ടി വന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ വെച്ച് തന്നെ അങ്ങനെ ഒരു സംവിധാനമാണെങ്കിൽ ഞാൻ തരുന്ന 1 കോടി കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോ ബുദ്ധിമുട്ട് ഒഴിവാക്കാനേ സാധിക്കും. പക്ഷെ ഇത് തൃശൂർ പട്ടണത്തിന്റെ ബീച്ചില് നീരൊഴുക്ക് തുടങ്ങി ഒരുപക്ഷെ കയ്യേറ്റ ഭൂമിയിലേക്ക് മണ്ണിട്ട് നികത്തി മതില് കെട്ടി പെൺമക്കൾക്ക് സ്ത്രീധനമായി വരെ എഴുതി കൊടുത്തു പോയ സ്ഥലങ്ങളുടെ ചരിത്രമാണ്. ജലം എന്ന് പറയുന്ന ഭീതിയാകുന്ന, ജലമില്ലെങ്കിൽ നമുക്ക് ജീവിതം തുടങ്ങാനും ഒക്കത്തില്ല. ആദ്യം നാവിലേക്ക് ഏറ്റുവെക്കുന്നത് അത് പിന്നെ കാനായിലെ വെള്ളമാണെങ്കിലും, അത് ഗംഗയിലെ ജലമാണെങ്കിലും, അത് മക്കത്ത് നിന്നുള്ള ജലമാണെങ്കിലും അത് ജലമാണ്. ആ ജലം ജീവിതം തുടങ്ങി വെക്കുന്നതിന് നാവിലേക്ക് ആദ്യം ഏറ്റുവെക്കുന്നത് അതാണ്. ഈ മണ്ണിനോട് വിട പറഞ്ഞു പോകുമ്പോഴും ഒരു തുള്ളി ജലം ലഭിക്കുന്ന ആത്മാവാണ് ഏറ്റവും പുണ്യം ചെയ്ത ആത്മാവെന്നാണ് പറയുന്നത്. ആ ജലം കേരളത്തിന് ഭീതി എന്ന് പറയുന്ന ഒരു ദുർമുഖം മാറ്റിയെടുക്കുന്നതിന് ഇതുപോലെ എവിടെയൊക്കെയാണോ വാട്ടർ ഫ്ലോയിങ് എഞ്ചിനീയറിംഗ് മെത്തഡ്സ് എവിടൊക്കെയാണ് തിരുത്തപ്പെടേണ്ടത്, ഇതിനെ സംബന്ധിച്ച് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഡോക്ടർ MS സ്വാമിനാഥന്റെ പ്രഥമ ശിഷ്യ ഗണത്തിൽപ്പെടുന്ന പത്മകുമാർ സാറിനെയാണ്. അദ്ദേഹത്തെയാണ് ഞാൻ സംഭാവന ചെയ്തത്. തൃശൂരിന് വേണ്ടി
ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന് ഞാൻ അന്ന് സംഭാവന ചെയ്തത് അദ്ദേഹത്തിന്റെ അറിവിന്റെ കരുത്തും മനക്കരുത്തും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ കരുത്തുമാണ് പകർന്നു നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ ഒരു കരട് രേഖ ഏതാണ്ട് 6 മാസം, ഇതിന്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ കഴിഞ്ഞ ഏതാണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. അവിടെ നിന്നുണ്ടായിരുന്ന ആ വനിത ആരാണ്? ഉച്ചത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് നയിച്ച വനിതയുടെ പേരെന്താണ്? എന്താ പേരെന്താ? അല്ല സിബി അവര് ഇപ്പൊ ജോയിന്റ് സെക്രട്ടറിയാണ്, ഗാന്ധിനഗർ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. സിബി ജോർജ് ആണ്. ഓക്കെ, ആ വനിതയാണ് ഇതിന്റെ യഥാർത്ഥ അടിസ്ഥാന വിഷയം അവതരിപ്പിച്ചത്, എന്നെ ഇതിലേക്ക് നയിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടുള്ള അവൈലബിൾ ബെസ്റ്റ് പേഴ്സൺ പത്മകുമാർ സാർ, അദ്ദേഹം കരട് രേഖ തന്ന സമയത്തും ഞാൻ കളക്ടറെയും അന്നത്തെ മേയറെയും ഒരു PPT പ്രസന്റേഷന് വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. ഇപ്പോഴും ഇതിലേക്കും ക്ഷണിച്ചിരുന്നു. പക്ഷെ ഇന്ന് ചാവക്കാട്ട് എന്തോ വളരെ സീരിയസ് ആയ ഒരു മീറ്റിംഗില്, ഒരു അവലോകന യോഗത്തില് കളക്ടറുടെ സാന്നിധ്യം അത്യാവശ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഒഴിവാക്കി അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. എന്തായാലും അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോ ഇന്ന് കാലത്ത് ഞാൻ താമസിക്കുന്ന രാമനിലയത്തിൽ വന്ന് ഈ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി സ്വീകരിച്ചു പോയിട്ടുണ്ട്. ഇനി അത് അദ്ദേഹത്തിന് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി, അതുപോലെയുള്ള PWD, ഇറിഗേഷൻ, അങ്ങനെ വിവിധ വകുപ്പുകളുടെ സംയോജിതമായ പ്രവർത്തനം ഇതിന് അനിവാര്യമാണ്. അങ്ങനെ മാത്രമേ നടക്കൂ. അതിന് കേന്ദ്രത്തിൽ നിന്ന് വേണ്ടുന്ന എന്താണ് വിഹിത പിന്തുണ, അത് വാങ്ങിത്തരാനാണ് എന്റെ കർത്തവ്യം, എന്റെ ഉത്തരവാദിത്വം. അതിന് ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീ പത്മകുമാർ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ക്രെഡൻഷ്യൽസ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് പകർന്ന് തരാം. ഡോക്ടർ MS സ്വാമിനാഥന്റെ കോൺസെപ്റ്റ് ഓഫ് എൻവയൺമെന്റ് എഞ്ചിനീയറിംഗ്, അതിന്റെ ഒരു വളരെ മൂല്യവത്തായ ഒരു അംശം ഈ റിപ്പോർട്ടിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന് ഞാൻ ഈ വേദി കൈമാറുകയാണ്. ആദരണീയൻ ഏറ്റവും ബഹുമാനായ കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി സാർ, സാറ്, റെസിഡൻസ് അസോസിയേഷന്റെ മെമ്പേഴ്സുണ്ട്. കഴിഞ്ഞ ജൂൺ മാസമാണ് ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തത്. കാരണം ഒരു അർബൻ ഫ്ലഡ്, നഗരങ്ങളിൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. വെള്ളപ്പൊക്ക പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനാണ്. റെസിഡൻസ് അസോസിയേഷൻ, എല്ലാ റെസിഡൻസ് അസോസിയേഷനും എല്ലാ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളിലും പങ്കെടുത്ത് അവർ അവതരിപ്പിച്ച നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതൊരു കേവലമായിട്ടുള്ളൊരു സാങ്കേതിക റിപ്പോർട്ടല്ല, മറിച്ച് ഇവിടുത്തെ നഗരവാസികളുടെ ആസ്പിറേഷൻസ് ഉൾക്കൊള്ളുന്ന വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് പ്രയോറിറ്റൈസ് ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു പ്രവർത്തന രേഖയും ഒരു റിപ്പോർട്ടുമാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്കും തൃശ്ശൂർ MPക്കും സമർപ്പിച്ചിട്ടുള്ളത്. ഇത് കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരുടെ അല്ലെങ്കിൽ അവരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഗവേഷണ പഠനങ്ങളുടെ റിപ്പോർട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
ഇതൊരു ടെക്നിക്കൽ ഇതിലാണ്, സാങ്കേതികമായിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പം സാമൂഹ്യപരമായിട്ട് ഉള്ള ആസ്പിറേഷൻസ് പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ DPR തയ്യാറാക്കുമ്പോൾ വിവിധ വകുപ്പുകൾ, നടപ്പിലാക്കുന്ന വകുപ്പുകളാണ് ഇതിനു വേണ്ടി വരുന്ന സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ പ്രാഥമികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, മുൻഗണനാ ക്രമത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതാണ് ആദരണീയനായ മന്ത്രി ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. ഇതിന്റെ പ്രസന്റേഷനിലൂടെ താളിക്കുടപ്പുഴ തുടക്കം മുതൽ ഒടുക്കം വരെ കോൾജലങ്ങളിൽ കടന്ന് കടലിലെത്തും വരെയുള്ള പ്രദേശത്ത് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വളരെ പ്രത്യേകതയുള്ള ഒരു പട്ടണമാണ് തൃശ്ശൂർ. എനിക്ക് തോന്നുന്നു ജല മാനേജ്മെന്റിനെ സംബന്ധിച്ച്, ജലപരിപാലനം സംബന്ധിച്ച് ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ള പട്ടണമാണ് തൃശ്ശൂർ. പാറുക്കുട്ടി അല്ലെ, നമ്മുടെ അടുത്ത കാലത്ത് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. പാറുക്കുട്ടി നെയ്ച്ചാരമ്മയുടെ സംഭാവന. എനിക്കൊന്ന് തൃശ്ശൂർ പട്ടണത്തെ മുഴുവൻ വികസനത്തിലോട്ട് നയിച്ച ഒരു വനിതാ ഭരണാധികാരി നമുക്കുണ്ടായിരുന്നു. അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഭരണാധികാരി. അവരുടെ സംഭാവനയാണ് നമ്മുടെ തൃശ്ശൂർ ക്ഷേത്രവുമായി 65 ഏക്കറുള്ള തേക്കിൻകാല മൈതാനവും അതിന് ചുറ്റുമുള്ള ജലപരിപാലന വ്യവസ്ഥയും ഉണ്ടാക്കിയെടുത്തത് അവരാണെന്ന് ഭരിക്കാതെ നമുക്ക് തൃശ്ശൂരിലെ ജലമാനേജ്മെന്റിനെ പറ്റി ചർച്ച ചെയ്യാനേ കഴിയില്ല. പീച്ചി ഡാം എന്ന പ്രധാനപ്പെട്ട വികസനം അതിനെപ്പറ്റി കൺസീവ് ചെയ്തതും അവരാണ്. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ആദ്യമായിട്ട് പൈപ്പ്ഡ് വാട്ടർ സപ്ലൈ ലഭ്യമാക്കിയാൽ പട്ടണം തൃശ്ശൂരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എത്രയോ അഭിമാനകരമായ നേട്ടമുള്ള പ്രദേശമാണ്. നമ്മുടെ ഒരു ലീഗസി, നമ്മുടെ പൈതൃകം എത്ര സമ്പന്നമാണെന്ന് മനസ്സിലാക്കുക. ഒരു ഉയരമുള്ള സ്ഥാനത്ത് നിന്ന് വെള്ളം കുഴലുകൾ വഴി പുറത്തുള്ള കൽവർട്ടുകളിൽ എത്തിച്ച് അവിടുന്ന് അടുത്തുള്ള ഒരു വെറ്റ്ലാൻഡിൽ എത്തിച്ച് കടലിലേക്ക് കളയുന്നതിനുള്ള വലിയ ഒരു ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാങ്കേതികമായിട്ടുള്ള സൗകര്യമുള്ള പ്രദേശമാണ് തൃശ്ശൂർ. എന്നിട്ടും നമ്മൾ തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു പ്രളയം, അർബൻ ഫ്ലഡിങ് അനുഭവിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവേണൻസിന്റെ പ്രശ്നങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഗവേണൻസിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്, കേന്ദ്ര സർക്കാരിനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. കാരണം നഗരങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എക്കണോമിക് സെന്റേഴ്സാണ്. അതിന്റെ വികസനം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ വികസനമാണ്. അപ്പോൾ കൂട്ടായ പരിശ്രമത്തിലൂടെ നഗരവൽക്കരണം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലുള്ള മാനേജ്മെന്റ് സമ്പ്രദായങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. നമുക്കറിയാം, നമുക്ക് സഞ്ചരിക്കുന്ന റോഡുകളിൽ വാഹനം വർദ്ധിക്കുമ്പോൾ നമ്മൾ 6 വരി പാതയും 8 വരി പാതയും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു. ഞാൻ ആ പ്രസന്റേഷനിൽ കാണിക്കും എത്രമാത്രം ജനസംഖ്യ നമ്മുടെ നഗരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ നീരൊഴുക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. റോഡ് വികസനം പോലെ തന്നെ പ്രാമുഖ്യമുള്ളതാണ് ഡ്രെയിനേജ്. ഞാൻ അടുത്ത കാലത്ത് പഞ്ചാബിൽ ചെന്നപ്പോൾ അവർ ഇറിഗേഷൻ വകുപ്പ് 2ആയിട്ട് വിഭജിച്ചു. ഇറിഗേഷൻ വകുപ്പെന്നും ഡ്രെയിനേജ് വകുപ്പെന്നും. ഡ്രെയിനേജ് വകുപ്പിന് തന്നെ പ്രത്യേകിച്ച് ചീഫ് എഞ്ചിനീയർ സൗകര്യം ഉണ്ടാക്കുക. അപ്പം ഡ്രെയിനേജിന്റെ പ്രാമുഖ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ ഡ്രെയിനേജിന്റെ എല്ലാ സൗകര്യവും ഉണ്ടാക്കി തന്നെ നമ്മളെ പറ്റി ചിന്തിപ്പിക്കാൻ അവസരം ഉണ്ടാക്കിയ പാറുക്കുട്ടി നേതാക്കളെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഇത് സംബന്ധിച്ചുള്ള പ്രസന്റേഷൻ നടത്തണമെന്ന് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് കൂടി ഞാൻ കരുതുകയാണ്. നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ അല്ല സാറ് മുമ്പിൽ പറഞ്ഞു ഞാൻ
തിരിച്ചു നമ്മളല്ല നഗരത്തിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് കോംപ്രിഹെൻസീവ് പ്ലാനാണ് ഇത് സംബന്ധിച്ച് മഹാരാഷ്ട്ര കായൽ കൃഷി ഏറ്റെടുത്ത പഠനങ്ങളുടെ ഒരു റിപ്പോർട്ടും സജഷൻസും റെക്കമെൻഡേഷൻസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആദരണീയനായ മന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് ഏറ്റെടുത്ത ഒരു പഠനമാണ്. ജൂൺ മാസത്തിലാണ് ഈ പഠനം ആരംഭിച്ചത്. എന്റെ അടുത്തിരിക്കുന്ന ജനറൽ സാറ് വലിയൊരു വാട്ടർ മാനേജ്മെന്റ് എക്സ്പെർട്ടാണ് കാർഷിക മേഖലയിൽ. സാറും ഇതിനുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ഉറപ്പുണ്ട്. ഇപ്പോൾ അർബൻ ഫ്ലഡിങ് അല്ലെങ്കിൽ പട്ടണങ്ങളിലെ നഗരങ്ങള് സാധാരണ 3 കാരണങ്ങളിലാണ്. ഉയർന്ന വെള്ളം, ഉയർന്ന വർഷപാതം, കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യാഘാതം എന്ന രീതിയിൽ വർഷപാതം വർദ്ധിക്കുന്നു, ഡ്രെയിനേജ് സൗകര്യങ്ങൾ ഇല്ലാതാവുന്നു,
അപ്പോൾ തന്നെ ഇത് അർബൻ ഫ്ലഡിങ് സാധാരണ ഫ്ലഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്റെ പ്രസന്റേഷനിൽ കാണിക്കാം. തൃശ്ശൂർ കോർപ്പറേഷനിൽ 11 സെൻസസ് അനുസരിച്ച് 31 lakhs ആണ്. പക്ഷെ അടുത്ത സമയത്ത് 3.72 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഹൈ ആണ്. അത് 3100 അധികമാണ്. ഇതാണ് റെയിൻഫോൾ പാറ്റേൺ. ഇത് കാർഷിക സർവകലാശാലയിൽ കൃത്യമായിട്ട് വെള്ളാനിക്കര ക്യാമ്പസിൽ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അടുത്ത കാലത്ത് ജൂൺ ജൂലൈ മാസം കാലഘട്ടങ്ങളിൽ വർഷപാതം വർദ്ധിച്ചിട്ടുണ്ട്. വർഷത്തിലുള്ള ആ സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നഗരത്തിലെ പ്രളയം അനുഭവപ്പെടുന്നുണ്ട്. ഡേറ്റയുടെ അനാലിസിസ് കഴിഞ്ഞൊരു 15 ദിവസത്തെ ഡേറ്റ പരിശോധിച്ചപ്പോഴും ആവറേജ് റെയിൻഫോൾ മഴക്കാലത്ത് മൺസൂൺ കാലത്ത് 270-596 മില്ലിമീറ്റർ വരെ മഴ പെയ്യുന്നു. ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ളത് 1031, അത് 2013 പിന്നെ 2024 2019 18 ഏതാണ്ട് ഉയർന്ന തോതിൽ മഴ പെയ്യുന്നു. ആ സമയത്തൊക്കെ തന്നെ നമ്മൾ പ്രളയാനുഭവം ഇവിടെ പ്രളയം അനുഭവപ്പെടുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷന് ഓൾഡസ്റ്റ് വാട്ടർ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ജലപരിപാലനത്തെപ്പറ്റി ജല പരിപാലനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ കുറിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള വാട്ടർ മാനേജ്മെന്റ് വ്യവസ്ഥ ഉരുത്തിരിച്ചെടുത്ത പ്രദേശമാണ്, നഗരമാണ് തൃശ്ശൂർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോൺട്രിബ്യൂഷൻ ഓഫ് പാറക്കുട്ടിനെ കേരളം രാമവർമ്മ 16, ഡോക്ടർ ഓഫ് ഗുരു എന്ന പൂജിപ്പാണ്. അവരുടെ സംഭാവനയെ പറ്റി നമ്മൾ അടുത്ത കാലത്ത് പല പത്രമാധ്യമങ്ങളിലും അനുസ്മരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ തൃശ്ശൂരെ ഉയർന്ന തെക്കിൻകാട് മൈതാനവും അതിന് ചുറ്റുമുള്ള റൗണ്ടിൽ നിന്ന് വെള്ളം ഒഴുക്കി കനാലുകളിലൂടെ കൺവെർട്ടുകളിലൂടെ എത്തിച്ച് അടുത്തുള്ള വെറ്റ്ലാൻഡിൽ നമ്മുടെ കോണിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് കടലിലോട്ട് ഒഴുക്കുന്നതിനുള്ള സൗകര്യത്തെ പറ്റി ആലോചിച്ച് അത്തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുത്തവരാണ്. 65 ഏക്കറുള്ള ആ മൈതാനവും അതിന് ചുറ്റുമുള്ള ജല സൗകര്യങ്ങളും വികസിപ്പിച്ചെടുത്ത് ഒരു ലീഗസി, ഒരു പൈതൃകം നമുക്കുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അനുസ്മരിക്കുകയാണ്. അപ്പോൾ അത്യന്താപേക്ഷ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളിൽ ആനുവലായിട്ടുള്ള ക്ലീനിങ് ഡ്രൈവ് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഞാനധികം സമയമെടുക്കില്ല, വളരെ ക്വിക്കായിട്ട് സ്ലൈഡ്സ് കാണിച്ചു പോകാൻ പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നില്ല. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പ്രളയം അനുഭവപ്പെട്ട 18, 19, 24, 25 വർഷങ്ങളിലാണ് ഗുരുതരമായിട്ടുള്ള നഗര പ്രളയം അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ മുഴുവൻ നമുക്ക് ചെയ്തിട്ടുള്ളത് റെസിഡൻസ് അസോസിയേഷനിലാണ്. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ റിപ്പോർട്ടാണെന്ന് പറയാം. പെരിങ്ങാവ് റെസിഡൻസ് അസോസിയേഷൻ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ, എല്ലാ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളിലും പൊതുസമൂഹം, സിവിൽ സൊസൈറ്റി പൂർണ്ണമായിട്ട് സഹകരിച്ചു. എല്ലാ ഡേറ്റയും അവരിൽ നിന്ന് ധാരാളമായ ഡേറ്റ കിട്ടുകയുണ്ടായി. അതിന്റെ റിപ്പോർട്ടും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രോഡീകരണമാണ്. ഈ റിപ്പോർട്ടുകളിൽ സംഭാവന ചെയ്തിട്ടുള്ള അനേകം ആളുകളുണ്ട് ഇവിടെ ഈ സെമിനാർ ഹാളിൽ ഇരിക്കുന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഡ്രെയിനേജ് സമ്പ്രദായത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള നെഗ്ലക്ട് അല്ലെ ഉള്ള അതിനെപ്പറ്റി വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഇൻഎസ്കേപ്പബിൾ റിയാലിറ്റിയാണ്, ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം. അതിനനുസൃതമായ രീതിയിൽ അതിന് അനുരോധമായിട്ടുള്ള ജീവിതക്രമങ്ങളും അനുരോധമായിട്ടുള്ള വികസന ക്രമങ്ങളും ഉണ്ടാകണം. മഴ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൂടെ കണക്കാക്കിക്കൊണ്ട് കേവലം ഇന്നത്തെ ഒരു പ്രശ്നമായിട്ടല്ല, ഭാവിയിൽ 2050 അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കാവുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഉള്ള കാഴ്ചപ്പാടാണ് വികസിപ്പിക്കേണ്ടത്. അത്തരത്തിലുള്ള ചിന്തയിലാണ് ഈ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത്. തൃശ്ശൂര് നമ്മൾ മനസ്സിലാക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൂടെയാണ് അർബൻ ഫ്ലഡിംഗ് ഉണ്ടാകുന്നത്. ഫ്ലഡിംഗ് കോസ്റ്റ് ബൈ റെയിൻഫോൾ, ഉയർന്ന റെയിൻഫോൾ, വെള്ളം താഴേക്ക് ഒഴുകാനുള്ള പ്രതലങ്ങൾ കുറഞ്ഞിരിക്കുന്നു. അല്ലെ, കരയിലുള്ള പ്രതലങ്ങളാണ്, താഴോട്ട് ഒഴുകുന്നില്ല, ഇംപെർവിയസ് ആയിട്ടുള്ള പ്രതലങ്ങളായിരിക്കുന്നു. ഫ്ലഡിംഗ് കോസ്റ്റ് ബൈ ഓവർവെയിമിംഗ് ഓഫ് ലോക്കൽ സ്റ്റോൺ വാട്ടർ. നമ്മുടെ ഡ്രെയിൻസ് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ അപര്യാപ്തമായിരിക്കുന്നു. ഒന്നാമത് നമ്മുടെ ഒരു
കടലിനോട് ചേർന്ന് കിടക്കുന്ന നഗരം കൂടിയാണ് ടൈഡൽ ഫ്ലഡ്സ്. കോൾ നിലങ്ങളിലൂടെ എത്തിവരുന്ന 3 തരത്തിലുള്ള ഫ്ലഡാണ്. റിവർ ഫ്ലഡും ടൈഡൽ ഫ്ലഡും അതോടൊപ്പം തന്നെ റെയിൻ ഫ്ലഡും കൂടെ ചേർന്ന് 3 പ്രശ്നങ്ങളും കൂടി ചേർന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഇടമാണ്. പക്ഷെ അതേസമയം തന്നെ തൃശ്ശൂർ ഒരുപാട് ബ്ലെസ്സിങ്സും ഉണ്ട്, അനുഗ്രഹങ്ങളുമുണ്ട്. നമുക്ക് അവിടെ രൂപപ്പെടുത്തി വരുന്ന നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അത് എത്രമാത്രം കൃത്യമായിട്ട് നമ്മൾ പരിപാലിക്കുന്നു എന്നത് പ്രശ്നമാണ്. പിന്നെ വലിയൊരു മൈതാനം, തേക്കിൻകാട് മൈതാനം, 65 ഏക്കർ വിസ്തൃതിയുള്ള മൈതാനം, അവിടെ തന്നെ ഒഴുകി പോകാനുള്ള പരമ്പരാഗത രൂപപ്പെടുത്തിയിട്ടുള്ള സൗകര്യം. അതിനകത്ത് കോർപ്പറേഷൻ ലാൻഡ് 103 സ്ക്വയർ കിലോമീറ്ററാണ്. ഈ പ്രദേശത്തെ വർഷവാദം ഉണ്ടാക്കുന്ന അതിൽ ഓരോ മേഖലയും തിരിച്ച് എത്ര കിലോമീറ്റർ എത്രമാത്രം വെള്ളം എത്തുന്നുവെന്ന് നമ്മൾ പഠിച്ചു. അനേകം പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീംസ് ഉണ്ട്, നദികളുണ്ട്, ഉപനദികളുണ്ട്, ട്രൈബ്യൂട്ടറീസ് ഉണ്ട്. അത് അവസാനം വന്നെത്തുന്ന കോൾജലങ്ങളിലാണ്. നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഇത് നമ്മുടെ ഈ പഠനത്തിൽ പ്രധാനമായിട്ടുള്ള തൃശ്ശൂരിന്റെ ഒരു നഗരത്തെ വളരെ അനുഗ്രഹീതമായിട്ടുള്ള നഗരമാണ് തൃശ്ശൂർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുതിരാൻ ഹിൽസിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട താണിക്കുടം പുഴ വന്ന് തഴുകി ഒഴുകുന്ന സ്ഥലമാണ് തൃശ്ശൂർ നഗരം. ഇവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ വലിച്ചുകൊണ്ട് നേരെ പോയി ഒരു വെറ്റ്ലാൻഡിൽ വലിയൊരു ഗ്രീനറിയിലോട്ട് വന്നെത്തി അവിടെ നിന്ന് അറബിക്കടലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും വലിയൊരു അനുഗ്രഹം മറ്റൊരു നഗരത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു നദി വന്ന് ഒരു പ്രദേശത്തെ മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ട് അതിനകത്തൊരു വെറ്റ്ലാൻഡിലെത്തി, ഒരു തണ്ണീർത്തടത്തിലെത്തി, അവിടെ നിന്ന് കടലിൽ സംഗമിക്കുന്ന അസുലഭമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു അനുഗ്രഹം. അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കണം. 2 തരം ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതോടൊപ്പം തന്നെ ഗ്രേ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ നിർമ്മാണങ്ങൾ വഴിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ. അത് നമുക്ക് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ പാർക്സ്, ഗ്രീൻ ബെൽറ്റ്, ഗാർഡൻസ്, ഇതൊക്കെ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ വളരെ പ്രധാനമാണ് ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം. ഫ്ലഡ് ആൻഡ് വാട്ടർ ലോഗിംഗ് അല്ലെ ഇത് പരിശോധിക്കുമ്പോൾ നമുക്കിപ്പോൾ നൂതന സാങ്കേതികതകൾ ഉപയോഗിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം, മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാം, റിമോട്ട് സെൻസിങ് സൗകര്യങ്ങൾ ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിലെ ഈ പ്രശ്നത്തെ, നമ്മുടെ നഗര പ്രളയത്തെ നേരിടാനുള്ള വഴികൾ ഉണ്ടാക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട നദി വാഴാനി PG ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നറിയാം. അവിടെ നിന്ന് ഒഴുകി നെൽവയലുകളുടെ ഇടയിലൂടെ ഒഴുകിയാണ് നമ്മുടെ പട്ടണത്തിലെത്തുന്നത്. മീഡിയം റിവറാണ്. 29 കിലോമീറ്ററേ ഉള്ളൂ. നദിയെന്ന് വിളിക്കാൻ കഴിയില്ല. കേരളം 29 കിലോമീറ്റർ നീളമുള്ള ഒരു പുഴയാണ്. നദിയെന്ന് പറയാനേ പറ്റില്ല. ആറെന്നോ പുഴയെന്ന് മാത്രമേ പറയാം, സ്ട്രീമെന്നോ പറയാൻ കഴിയുള്ളൂ. പക്ഷെ അതിലെ ജൈവവൈവിധ്യം അപാരമാണ്. അതായത് 71 ആനിമൽ സ്പീഷീസ്, ഇന്ത്യൻ കേരളത്തിലുള്ള മത്സ്യരംഗങ്ങളിൽ നല്ലൊരു പെർസെന്റേജ് മത്സ്യരംഗങ്ങളുണ്ട്. ജൈവവൈവിധ്യം ഏറെയുള്ള ഒരു പുഴയാണ്. അതായത് നഗരം ഉയർന്ന വെസ്റ്റേൺ ഘട്ടത്തിന്റെ സാഹചര്യമുണ്ട്, പ്രതലങ്ങളുടെ സാഹചര്യമുണ്ട്, അതുപോലെ തന്നെ പട്ടണത്തിന്റെ സാഹചര്യമുണ്ട്. പിന്നെ അത് ചെന്ന് ഒരു തണ്ണീർത്തടത്തിലാണ്. പിന്നെ ഒരു ബ്രാക്കിഷ് വാട്ടർ ഓരിജിനൽ മേഖലയിലെത്തി അത് കടലിൽ സംഗമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും, സാധാരണ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് എന്തെങ്കിലും നിർമ്മിതികൾ ഉണ്ടാക്കിക്കൂടെ? ആലോചനയുണ്ട്. നമ്മളൊരു നടുത്തോ ഡാം, PG ഡാം ഉണ്ടാക്കിയ സമയത്ത് തന്നെ ആലോചിച്ചാണ് ഒരു നടുത്തോടെ അവിടെ ഒരു ഡാം ഉണ്ടാക്കിയാൽ മഴക്കാലത്ത് തൃശ്ശൂരിലേക്ക് തളിക്കുടം പുഴയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ വരാനുള്ള നിയന്ത്രണം ഉണ്ടാക്കാനുള്ള ആലോചനയുണ്ട്. അത് പ്രധാനപ്പെട്ട നമ്മുടെ ഈ പ്രോജക്ടിന്റെ പ്രധാന ഭാഗമാണ്. നമുക്ക് ഏറ്റെടുക്കേണ്ട ഒരു പദ്ധതിയാണ് നടുത്തോട്. അതിനെപ്പറ്റി കൂലങ്കഷമായ പഠനത്തിന് ശേഷം എടുക്കണം. ഇവിടെ നിന്ന് പുറത്തോട്ട് ഒഴുകി പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട വഴി, വെള്ളം ഒഴുകി പോകാനുള്ള വഴി പറയുന്നത് എലമെന്റൽ നദിയുടെ നമ്മുടെ കോൾ നിലങ്ങളിൽ നിന്ന് അവിടെ ഒരു ക്രീക്കിലേക്ക് എത്തി അവിടെ നിന്ന് അറബിക്കടലിലോട്ട് ചേരുവ അഴിമുഖം വഴി കടലിൽ എത്തുകയാണെന്ന് പറയാം. കൂട്ടമംഗലം റെഗുലേറ്റർ, മുനിയം ബണ്ട്, എരമകൽ റെഗുലേറ്റർ,
ഇതൊക്കെ റീഡിയം ചെയ്ത ആളുകളാണ്. ഇതൊക്കെ എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഈ പ്രദേശം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആലോചിക്കണം. കാരണം ചിലപ്പോൾ മുളയും കെട്ടി കൃത്യമായിട്ട് വണ്ടികൾ കെട്ടിയായിരിക്കും പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അടിവാർ പ്രധാനപ്പെട്ട ധാരാളം ഫിലിപ്പീൻ തീർത്ഥാടന കേന്ദ്രങ്ങളെ തഴുകിയാണ് ഒഴുകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഈ നദി താണിക്കുടം ക്ഷേത്രത്തിൽ അവിടെയാണ് പ്രളയം ഉണ്ടാകുമ്പോഴാണ് 1-2 വട്ടം അവിടെ ആറാട്ട് നടക്കുന്നതാണ് വർഷം. അവിടെ ആറാട്ട് നടക്കുന്നതും താണിക്കുടം ഒഴുകി വന്ന് ഒരു പ്രളയം ഉണ്ടാക്കണം. അതുപോലെ തന്നെ അനേകം തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നാണ് ഇത് തൃശ്ശൂർ നഗരത്തിലെത്തുന്നത്. താണിക്കുടം പുഴക്കൽ നദി എന്നും ഇതിനെ പറയും. അവിടുത്തെ തിരുവാറാട്ട് സെറിമണി നടക്കുന്നതിന്റെ ഭാഗം ഇവിടുത്തെ പ്രളയവുമായി ബന്ധപ്പെട്ടാണ്. ചില വർഷങ്ങളിൽ 2 വട്ടം. ഈ വർഷം ഞങ്ങൾക്ക് അതൊന്ന് കാണാനായിട്ട് ഈ പഠന സംഘം പലവട്ടം പോയിട്ട് ഈ വർഷം അങ്ങനെ നടത്തില്ല. ഈ വർഷം താണിക്കുടം ഭഗവതിക്ക് ആറാട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ പ്രളയം സംഭവിച്ചില്ല 2026 വർഷം. ഉയർന്ന ആംഗൽ ഡൈവേഴ്സിറ്റി മറ്റൊരു പ്രദേശങ്ങൾ അസാധാരണമാണ്. ഡൈവേഴ്സിറ്റി 72 ടാക്സാണ്. ഇല്ലെങ്കിൽ ഈ പുരുഷക്കുഴിയിലുണ്ടെന്ന് പറയുമ്പോൾ അത്ര സമ്പന്നമാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കേരളത്തിലെ 270-235 മത്സ്യയിനങ്ങൾ ഉണ്ടെങ്കിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം മത്സ്യയിനങ്ങളും 71 സ്പീഷീസ് ഇനങ്ങൾ ഈ ചെറിയ പുഴയിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം. പുഴയിലോട്ട് വെള്ളം ഒഴുകി എത്തുന്നത് താണിക്കടപ്പുഴ വെള്ളം ഒഴുകി എത്തുന്നത് കുതിരാൻ ഹിൽസിൽ നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടുത്തെ കറുക്കഞ്ചിറ അതിന്റെ പടമാണ് ഇവിടെ കാണിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ഒരു ചെറിയ ടൂറിസത്തിന് പറ്റിയ ഒരു മേഖലയാണ്. അവിടെയൊക്കെ വെള്ളം ഒഴുകിയെത്തി അവിടെ നിന്ന് സ്പിൽവേ വഴി സ്പിൽസ് ഇവിടെ സ്പിൽവേസ് ഉണ്ട്, തടയണകളുണ്ട്. അവിടുന്ന് കച്ചിത്തോട് ചെക്ക് ഡാമിൽ നിന്നാണ് ഒഴുകിയെത്തുന്നത്. മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കച്ചിത്തോട് ചെക്ക് ഡാമിലെത്തി അവിടെ നിന്ന് കറുപ്പഞ്ചെറിയിലെത്തി അവിടെ നിന്ന് താണിക്കുടം പുഴയിലെത്തിയാണ് ഈ പുഴ നഗരത്തിലെത്തുന്നത്. അവിടെ ഒരു നേരത്തെ സൂചിപ്പിച്ച ഒരു ഡാമിനെ പറ്റി ആലോചിച്ചു നടുത്തോട്ട് ഡാം അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. പക്ഷെ ഈ ഒപ്പം തന്നെ ഈ നടുത്തോട്ട് ഡാം വളരെയധികം പ്രാമുഖ്യമുള്ള ഒരു നിർമ്മാണമാണ്. കാരണം നമ്മുടെ തൃശ്ശൂരിന്റെ വടക്കൻ മേഖലയിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നിൽക്കുന്ന പോലീസ് അക്കാദമി, ഫയർ അക്കാദമി, സെൻട്രൽ ജയില്, വിമല കോളേജ്, മിൽമ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഈ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളത്തിന് ആശ്രയിക്കാവുന്ന ഒരു ഡാമായിട്ട് ഇത് വികസിപ്പിക്കാൻ കഴിയും. ഇതാണ് ഞങ്ങൾ സാമ്പിൾ എടുത്ത നീരൊഴുക്ക് സംബന്ധിച്ച പഠനങ്ങൾ നടത്തി ഓരോ മേഖലയിലും അതിന്റെ കാർബൺ മീറ്ററും ഫ്ലോ മീറ്ററും വെച്ച് എടുത്ത കണക്ഷനുസരിച്ച് ഓരോ മേഖലയിലെ വാട്ടർ ക്വാളിറ്റി നല്ല നമ്മൾ വിചാരിക്കും എല്ലാ മാലിന്യങ്ങളും കയറി നടക്കുന്ന ഒരു പുഴയാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ അതിന്റെ മഴക്കാലത്താണ് എടുത്ത് മഴക്കാലത്ത് വെള്ളം നല്ല വെള്ളമാണ്. മഴ ഒഴുകി ഏതാണ്ട് ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്ക് നല്ല തെളിഞ്ഞ വെള്ളം ആണ് നദിയിലെത്തുന്നത്. അവിടെയുള്ള ആളുകളൊന്നും ഞങ്ങൾ ഇറങ്ങി കുളിക്കുന്ന സ്ഥലമാണ്. കുറ്റിമുക്കിൽ ചെന്നപ്പോൾ അവരുടെ റെസിഡന്റ് പറഞ്ഞു, സാർ വെള്ളത്തിന്റെ പരിശോധന ഒന്നും വേണ്ട, ഞാനിന്ന് കുളിക്കുന്ന ഈ വെള്ളത്തിലാണ്. അപ്പോൾ എത്തുമ്പോഴേക്കും അവസ്ഥയാണ്. അത് കഴിഞ്ഞ് നഗരത്തിലെത്തി ഇത് 3 കനാലുകളായിട്ട് മാറി തിരിച്ച് കോർപ്പറേഷൻ കനാലൊക്കെ ആയിട്ട് തിരിച്ച് പോകുമ്പോഴേക്ക് അത് മാലിന്യങ്ങൾ കയറിയാണ്. അപ്പോൾ യഥാർത്ഥ എല്ലാം നന്നായി ഒഴുകി വരുന്ന പുഴയെ മലിനപ്പെടുത്തുന്ന പ്രദേശമാണ് നമ്മുടെ നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടുത്തെ വാട്ടർ ക്വാളിറ്റിയൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ്. പക്ഷെ പല സ്ഥലങ്ങളിൽ ഈ ഒരു പിക്ചർ തന്നെ കണ്ടാൽ അറിയാം. കാരണം വീതി കൂടിയ ഇടങ്ങളിൽ വളരെ നാരമായിട്ട് മാറും. അത് ഒരുപാട് ധാരാളമായിട്ട് ഉള്ള കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ മാനേജ് എങ്ങനെ നമ്മൾ ഇത് പരിഹരിക്കുമെന്ന് ആലോചിക്കേണ്ടത്. പരമ്പരാഗതമായിട്ട് നമ്മൾ ഇതിന്റെ പരിപാലനത്തിന്റെ ഒരു വഴി എന്ന് പറയുന്നത് ഗ്രെയിൻ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണങ്ങളെ പറ്റി എപ്പോഴും പറയും. നമുക്ക് തടയണ ഉണ്ടാക്കാം, നമുക്ക് സ്പിൽവേ ഉണ്ടാക്കാം, നമുക്ക് ഡാം അല്ലെങ്കിൽ ചെക്ക് ഡാം ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള നിർമ്മാണങ്ങളെ പറ്റിയാണ് ഏറെ പറയുക. പക്ഷെ ഈ പ്രസന്റേഷനിൽ കൂടുതലും ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. നിർമ്മാണങ്ങൾ വേണ്ട എന്നല്ല, വേണം, ആവശ്യത്തിന് വേണം. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ആവശ്യത്തിന് വേണം. പക്ഷെ അതിലേറെ അനിവാര്യമായിട്ടുള്ളത് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ. അതിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈ ഫ്രണ്ടിലെ മാനേജ് ചെയ്യുന്നതിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും പ്രീ മൺസൂൺ കാലത്ത് നമ്മുടെ
ഓടകളും നമ്മുടെ ട്രെയിനും പൂർണ്ണമായിട്ട് വൃത്തിയാക്കണം. അതിനൊരു കലണ്ടർ ഉണ്ടാകണം. നഗരത്തിന് കോർപ്പറേഷൻ ഒരു കലണ്ടർ ഉണ്ടാകണം. ഇന്ന മാസം ജനുവരി മാസം ആരംഭിച്ച് മെയ് മാസം ആകുമ്പോഴേക്ക് അവസാനിപ്പിക്കുന്ന ഒരു കലണ്ടർ ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, അത് പ്രഖ്യാപിക്കണം. അത് പൊതുസമൂഹത്തിന് ഇവിടുത്തെ സിവിൽ സൊസൈറ്റിക്ക് ലഭ്യമാക്കുകയും വേണം. പിന്നെ അലർട്ട് മുൻകൂട്ടി നമുക്ക് അലർട്ട് കൊടുക്കാൻ കഴിയുമോ? പക്ഷെ അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് വർഷമാവലികൾ സ്ഥാപിച്ച് എത്രമാത്രം മഴ പെയ്തിട്ടുണ്ട്, എത്രമാത്രം വെള്ളം വരുന്നതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. പക്ഷെ അർബൻ ഫ്ലഡിങ് ഇതിനേക്കാളും സാധാരണ റിവർ ഫ്ലഡിങ്ങിന്റെ വ്യത്യാസമാണ്. തന്നെ വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്നതാണ്. അത് ചില മേഖലകളിൽ വളരെ വീതി പറഞ്ഞ ഇടങ്ങളിലൂടെ വെള്ളം കടന്നു കൂടി വരുന്ന സാഹചര്യമാണ്. പ്രവചനം പലപ്പോഴും പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ സയന്റിഫിക് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ശാസ്ത്രീയ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് പരിഹരിക്കണം. വൾനറബിലിറ്റി ഏതൊക്കെ മേഖലകളാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രതിസന്ധി ഉണ്ടാവുന്നതെന്ന് മുൻകൂട്ടി കണ്ടി പറയണം. ഇതാണ് നീരൊഴുക്കുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിന്റെ സാഹചര്യം. താണിക്കര കുറ്റിമുക്ക് മുതൽ ശോഭ സിറ്റി വരെയുള്ള പ്രദേശത്തെ നമ്മൾ സർവേ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശോഭ സിറ്റി കഴിഞ്ഞാൽ അപ്പുറത്ത് പോൾ പടവുകളിലോട്ടാണ് വെള്ളം എത്തുക. കുണ്ടുവാനത്തോട്, ഗിരിജത്തോട്, താണിക്കടത്തോട്, ഇതാണ് മൂന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു മൂന്ന്. കാരണം ഈ നദി ഈ പുഴ ഒഴുകി എത്തിക്കഴിഞ്ഞാൽ നഗരത്ത് വരുമ്പോഴേക്ക് മൂന്ന് തോടുകളായിട്ട് മാറി. ഗിരിജത്തോടെന്ന് പറയുന്ന ഒരു അതുപോലെ തന്നെ കോർപ്പറേഷൻ കനാൽ, താണിക്കട പുഴ, ഇത് പാടം വരെ ഒഴുകുക. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഒരു ബാലൻസിങ് കനാൽ. പല പുഴയിലും പല ഹൈറ്റിലാണ് വെള്ളം നിൽക്കുക. അത് ഞങ്ങളുടെ പഠനങ്ങളിലും കണ്ടു. അപ്പോൾ ഇതിനെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ബാലൻസിങ് കനാലുകളുണ്ടെങ്കിൽ വെള്ളം ഈക്വലൈസ് ചെയ്ത് എല്ലാ കനാലുകളിലും ഒരേപോലെ ഒഴുക്കാൻ കഴിഞ്ഞാൽ ഒരളവ് വരെ നമ്മുടെ പ്രളയത്തെ നമുക്ക് പരിഹരിക്കുന്നത്. നമ്മുടെ നീരൊഴുക്ക് ചിലയിടങ്ങളിൽ 18 സെന്റിമീറ്ററാണ്. ഞങ്ങൾക്ക് പഠന സംഘത്തിൽ തോന്നിയാണ് ചിലയിടങ്ങളിൽ 18 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ 138 സെന്റിമീറ്റർ പെർ സെക്കൻഡാണ്. വലിയ വ്യത്യാസമുണ്ട്. തടസ്സങ്ങളുണ്ട് എന്ന് അർത്ഥം. ഇത് വാട്ടർ ക്വാളിറ്റി, അതാണ് പ്രധാനപ്പെട്ട വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ എടുത്തു. ഞാൻ വിശദമായിട്ട് ഓരോ മേഖലയിലും നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി 55 റെക്കമെൻഡേഷൻസ് ഈ റിപ്പോർട്ടിലുണ്ട്. 55 ഇടങ്ങളിൽ ഞങ്ങൾ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ട്. കിഴക്ക് നിന്ന് ചെമ്പൂക്കാവ്, ചേറൂർ, കോവിലത്തും, ഷൊർണൂർ, പുത്തൂർ, തൂങ്ങുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ കുറുകിയ നഗരപ്രദേശത്തുള്ള പ്രദേശങ്ങളൊക്കെയും പല അതിനിടയ്ക്കുള്ള പാലങ്ങള്, കരിങ്ങുകള്, അത് സുഗമമായ നീരൊഴുക്കിന്റെ തടസ്സമായി നിൽക്കുന്ന ധാരാളമുണ്ട്. പലയിടങ്ങളിലും ജലവിതരണ കുഴലുകൾ കനാലുകളിലാണ്. അതുകൊണ്ട് ഈ നീരൊഴുക്കിന് തടസ്സപ്പെടുന്നുണ്ട്. ഈ കുഴലുകളൊക്കെ കരകെടുക്കുക എന്നുള്ളത് വലിയ ദൗത്യമാണ്, അല്ലെ? കേബിൾസും വാട്ടർ ലൈൻസും ഒക്കെ കിടക്കുകയാണ്. അത് മുകളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അതൊരു വലിയ ദൗത്യമായിട്ട് ഈ മാനേജ്മെന്റ് പ്ലാൻ ഏറ്റെടുക്കണം. ഇതെല്ലാം വെള്ളക്കെട്ടിന് കാരണമാകുന്നു. അത്തരം കുഴലുകളും കേബിളുകളും ബന്ധപ്പെട്ട ഏജൻസികളുണ്ട്. അത് ചില വകുപ്പുകൾ തന്നെ, നമ്മുടെ സർക്കാർ വകുപ്പുകളാണ് അത് ചെയ്യേണ്ടത്. ഏജൻസികൾ പറഞ്ഞ നിരത്തിന്റെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവണം. ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതാണ്ട് 10ഓളം വകുപ്പുകൾ ഇതിന് ഈ പദ്ധതി നടപ്പിലാക്കാൻ അവരുടെ സഹകരണം വേണ്ടിവരും. അവര് നടപടികൾ ഏറ്റെടുക്കണം. മേഘവിസ്ഫോടനം പോലെ അമിതമായിട്ട് മഴ പെയ്യുമ്പോൾ അധിക ജലത്തെ നിയന്ത്രിക്കുന്നതിനുള്ള നമുക്ക് കടലിലോട്ട് ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കിയേ വഴിയുള്ളൂ. പിന്നെ ദീർഘകാല പദ്ധതികൾ ഉണ്ടാവണം. ജലനിരപ്പ് ബാലൻസ് ചെയ്തതിന് വേണ്ടി നടക്കുന്നു. ബാലൻസിങ് കനാൽസ് ഉണ്ടാക്കിക്കൊണ്ട് വെള്ളം എല്ലായിടത്തും ഒരുപോലെ ഒഴുകാനാണ് ശ്രമിക്കുന്നത്. പിന്നെ തീവണ്ടിപ്പാത ഒരുപാട് തടസ്സമായിട്ടുണ്ട്. പക്ഷെ തീവണ്ടിപ്പാതയിൽ അടിയിലൂടെ പോകുന്ന സ്ഥലത്ത് അതിന് മുമ്പായിട്ട് നമുക്കൊരു ബാലൻസിങ് കനാൽ ഉണ്ടാക്കാം. ആ ഓപ്പണിങ്സിന് മുമ്പായിട്ട് തമ്മിൽ ഒരു ബാലൻസിങ് കനാൽ ഉണ്ടാക്കിയാൽ ഈക്വലൈസ് ചെയ്തിട്ട് ആ 3 ഓപ്പണിങ്ങിലൂടെ കൃത്യമായിട്ട് അതുപോലെ തന്നെ കുണ്ടുവാറത്തോടും കോർപ്പറേഷൻ കനാലും ഗിരിജത്തോടും പരസ്പരം ബന്ധിപ്പിക്കണം എന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട്. അത് ഈ മേഖലയിൽ ഈ സ്ഥലത്താണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഈക്വലൈസിൽ പോകും. കിഴക്ക് നിന്നും വരുന്ന അധിക ജലം 3 റെയിൽവേ പാലങ്ങൾക്ക് അടിയിലൂടെ സുഗമമായി ഒഴുകാനുള്ള ആയിരിക്കണം ഈ ബാലൻസിങ് കനാൽ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പൂങ്കത്തു നിന്നും കൊറ്റൂരിലേക്കുള്ള MLA റോഡിന് കിഴക്കുവശം ആണ് ഇതുണ്ടാവേണ്ടതെന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒഴുക്ക് കൂടുതൽ സുഗമമാക്കാനുള്ള വഴിയാണ്. പിന്നെ എവിടെയൊക്കെ ഇത്തരത്തിലുള്ള ബാലൻസിങ് കനാൽ ഉണ്ടാക്കാം ഇത് കൂടാതെ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കടലിലേക്കുള്ള ജലനിർഗമന മാർഗങ്ങൾ ഏനമാ ഇനിയും ചെയ്ത റെഗുലേറ്റർ ഉണ്ടല്ലോ,
ആധുനീകരിക്കുകയും കമ്പ്യൂട്ടറൈസ്ഡ് നിയന്ത്രണം അതായത് നമ്മൾ സ്വിച്ച് ഇട്ടാൽ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം. കാരണം അത് പൂർണ്ണമായിട്ട് തുറന്നിടാൻ കഴിയില്ല, ഉപ്പുവെള്ളം കടന്നു വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നെൽകൃഷിയെ ബാധിക്കും. അതുകൊണ്ട് സലിനിറ്റി പരിശോധിച്ച്, പക്ഷെ അതേസമയം തന്നെ നഗരത്തിലെ വെള്ളം ഉൾക്കൊള്ളാനുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ ജനങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ലെവൽ നിയന്ത്രിച്ചുകൊണ്ട് നിശ്ചിതമായ തോതിലെ വെള്ളം അത് വലിയൊരു അനുഗ്രഹമാണ്. അടുത്ത ഇത്രയും വലിയൊരു വെറ്റ്ലാൻഡ്, വലിയൊരു നീർത്തളം വേറൊരു നഗരത്തിനില്ല അല്ലെ. ഉൾക്കൊള്ളാനുള്ള ഒരു ഗ്രീനറി, ഒരു ഗ്രീൻ ഫീൽഡ് നമുക്കുണ്ട്. ഇത് പ്രവർത്തനരഹിതമായി കിടക്കുന്ന റെഗുലേറ്ററിന് സമീപം ഒരു വെള്ളം തടയുന്നതിന് ഉള്ള വളയം കെട്ടുകൾ മഴക്കാലത്ത് കെട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ കെട്ടും അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഡിസ്റ്റൻസ് മുഴുവൻ അവിടെ കിടക്കുകയാണ്, മണ്ണും ചെളിയും. ഇത് പൂർണ്ണമായിട്ട് മാറ്റുന്നതിനുള്ള സൗകര്യം. ഏഴുമാവ് മുതൽ ചേറ്റുവ വരെയുള്ള പുഴയിലെ എക്കലും മണ്ണും നീക്കം ചെയ്തു. അത് ട്രെഡ്ജിങ് അല്ല വേണ്ടത്, ഞങ്ങൾ ശുപാർശ ചെയ്ത ഗ്രാബിങ്. ഗ്രാബ് ചെയ്ത് മാറ്റണം. ട്രെഡ്ജ് ചെയ്ത് ഏതെങ്കിലും ഒരു പറമ്പിലോട്ട് അടിച്ച് അതിനകത്തെ മണൽ അവിടെ കടക്കും, ചെളി തിരിച്ച് നമ്മുടെ കനാലിലോട്ട് വരുന്ന രീതിയല്ല, മറിച്ച് കട്ട കുത്തിയെടുക്കുന്നത് പോലെ അതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള എക്കൽ മാറ്റം വലിയൊരു ഓർഗാനിക് കാർബൺ സോഴ്സാണ്. ഇത് ഉപയോഗിക്കാൻ എടുത്തു മാറ്റാൻ കഴിയണം. മറിച്ച് അതോടൊപ്പം തന്നെ അതിന്റെ സൈഡുകളിൽ കണ്ടൽ വരമ്പുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് കടലിൽ നിന്നുള്ള വേലിയേറ്റത്തെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ നിര, ഒരു ബയോഷീൽഡ് നിർമ്മിക്കുന്നതിനെ പറ്റിയും ഈ പദ്ധതിയിൽ ശുപാർശ. അങ്ങനെ ഒരു ബയോഷീൽഡ് നമ്മുടെ ചേറ്റുവ അഴിമുഖത്തിന് മുമ്പ് ക്രീക്കില് അപ്പോൾ ചേറ്റുവ അഴിമുഖം ഡ്രഡ്ജ് ചെയ്ത് മണൽത്തിട്ട നീക്കം ചെയ്യുക എന്ന എഴുതിയെങ്കിലും ഞാൻ അടുത്ത ഭാഗത്ത് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ ഡ്രഡ്ജിങ് അല്ല വേണ്ടത്, ഗ്രാബിംഗ് ആണ്. ഗ്രാബ് ചെയ്ത് കട്ട കുത്തി എടുക്കുന്നത് പോലെ ഈ കട്ട എടുത്ത് മാറ്റി അത് സൈഡിൽ നമ്മുടെ തായലിന്റെ സൈഡിൽ ജലനിരപ്പിന് താഴെ സബ് സർഫസ് മണ്ണുകൾ ഉണ്ടാക്കി കണ്ടൽ വെച്ച് പിടിപ്പിച്ച് ഈച്ച കടക്കാത്ത രീതിയിൽ ഒരു പ്രതിരോധ നിര സൃഷ്ടിച്ചുകൊണ്ട് ഒരു ബയോഷീൽഡ്, ഒരു ജൈവ കവചം നിർമ്മിക്കുന്നതിനെ പറ്റി ഈ പദ്ധതിയിൽ ശുപാർശയുണ്ട്. വേലിയേറ്റം പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിൽ കടൽ ജലനിരപ്പ് ഉയർന്നിരിക്കുമ്പോൾ അത്യാവശ്യമാണെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള വളരെ എമർജൻസി കേസുകളിൽ ഹ്യൂജ് പമ്പ്സ് നമുക്ക് സ്ഥാപിക്കണം. ആവശ്യത്തിന് പമ്പിംഗ് സൗകര്യം ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ഈ സൈറ്റ്സ് വളരെ ക്വിക്കായിട്ട് പോവാം, കാരണം നിങ്ങളൊക്കെ വളരെ തിരക്കുള്ളവരാണ്. കിഴക്ക് അമിതമായ ജലം ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനായിട്ട് പുഴയിൽ നടുത്തോട് അണക്കെട്ടിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു നിയന്ത്രണ സംവിധാനം, ഇപ്പൊ നിയന്ത്രണമൊന്നുമില്ല, അവിടുത്തെ വെള്ളം മുഴുവനും ഒഴുകി വരികയാണ്. അവിടെ നിയന്ത്രണ സംവിധാനം ഉണ്ടാക്കണം. അണക്കെട്ട് നടുത്തോട് അണക്കെട്ട് ഇത് കുറയ്ക്കുമെന്നാണ് നമ്മുടെ തൃശ്ശൂരിലേക്കുള്ള കുടിവെള്ളത്തിന് ഇത് പ്രയോജനപ്പെടും. കൃഷിക്കും കുടിവെള്ളത്തിന് ഉപയുക്തമാകുമെന്ന് മാത്രമല്ല, തൃശ്ശൂർ നേരിടുന്ന വെള്ളപ്പൊക്ക ഭീഷണിക്ക് വലിയൊരു അളവ് വരെ പരിഹാരമാവുകയും ഈ ഡാം അല്ലെങ്കിൽ ചെറിയ ഡാം പ്രയോജനം ചെയ്യുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന നഗരത്തിന് മറ്റൊരു കുടിവെള്ള സ്രോതസ്സായിട്ട് ഇത് വികസിപ്പിക്കാനാണ്. നഗരത്തിലെ പ്രധാന കുളങ്ങൾ സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. കുണ്ടുവാല കുളത്തെ നമ്മൾ ഒരുപാട് കേട്ടു. നേരത്തെ ആദ്യത്തെ സംഭാവനയാണ്. കാരണം തൃശ്ശൂര് കുളങ്ങളുടെ നഗരമെന്നാണ് പറയുക. ധാരാളമായിട്ട് കുളങ്ങളുണ്ടായിരുന്നു. പക്ഷെ എത്ര കുളങ്ങൾ അവശേഷിക്കുന്നുവെന്ന് നമ്മൾ പരിശോധിക്കണം. മഴയുടെ അളവിനെ കുറിച്ചും വെള്ളപ്പൊക്ക സാധ്യതകളെ കുറിച്ചും മനസ്സിലാക്കുവാൻ താണിക്കുടം പുഴയുടെ ഉത്ഭവം മുതൽ പുഴയ്ക്കൽ വരെ മഴമാലിനികൾ സ്ഥാപിക്കുന്ന കാലാവസ്ഥ ഉപകരണങ്ങൾ സ്ഥാപിക്കാം. നമുക്ക് പക്ഷേ ഫ്ലഡ് ഫോർവാർഡിംഗ് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുമെന്ന് നഗരപ്രളയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനാവില്ല. പക്ഷെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയും. അതിനുള്ള ഫ്ലഡ് വാർണിംഗ് സിസ്റ്റം നടത്താനാണ്. കാലാവസ്ഥാ മാറ്റമാണ് പ്രധാന വിഷയമെന്ന് എല്ലാവരും സൂചിപ്പിച്ചു. ജനസംഖ്യാ വർധനവ്, അർബൻ ഗ്രോത്ത്, റാപ്പിഡ് നഗരവൽക്കരണം, ധാരാളം റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ വരവ്, റെയിൻഫോൾ ഇവന്റ്സിന്റെ ഷിഫ്റ്റ് മാറ്റങ്ങൾ,
ഡിസൈൻ കപ്പാസിറ്റി, കാരണം നമ്മളൊക്കെ ഈ കനാലുകൾ ഉണ്ടാക്കിയിട്ടുള്ള സമയത്തെ കപ്പാസിറ്റി അതിനൊക്കെ കൂടുതൽ ജനസംഖ്യയും ഹാബിറ്റേഷൻസും വീടുകളും കോംപ്ലക്സുകളും വർദ്ധിച്ചു. അതിനനുസരിച്ച് നമ്മൾ ആലോചിക്കുന്നതിൽ നേരത്തെ പറഞ്ഞു റോഡ് നമ്മുടെ വണ്ടി ഓടുമ്പോൾ നമ്മൾ റോഡ് വികസിപ്പിക്കും, പക്ഷേ അതിനനുസരിച്ച് കനാലിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. ഇത് വളരെ പ്രധാനമാണ്. കേന്ദ്ര സർക്കാരിന് പ്രാമുഖ്യമുള്ള കാര്യമാണ്. കാരണം ഇതൊരു നഗരമാണ്. ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ വളരുക എന്ന് പറഞ്ഞാൽ ഓരോ പ്രളയവും നഷ്ടപ്പെടുത്തുന്ന കണക്കാക്കിയുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. സാധാരണഗതിയിൽ ഇതൊക്കെ നഗര കോർപ്പറേഷന്റെയോ സംസ്ഥാനത്തിന്റെയോ ജോലിയായിട്ടാണ് പറയുക, പക്ഷേ കേന്ദ്രത്തിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. അതിനുള്ള അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഉണ്ടാവണം, ഇൻഫ്രാസ്ട്രക്ചർ മോഡിഫിക്കേഷൻസ് ഉണ്ടാവണം, വാട്ടർ സപ്ലൈ സീവേജ് സിസ്റ്റംസ്, ഇതൊക്കെ ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. പിന്നെ കോസ്റ്റൽ റീജിയൻസിലെ വൾണറബിൾ ആയിട്ടുള്ള സീരിയൽ റൈസിനെ ഞാൻ നേരത്തെ പറഞ്ഞു ജൈവ കൗശലത്തെ പറ്റി. കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം വളരെ പ്രധാനമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള കോർപ്പറേഷൻ എടുക്കേണ്ട ഒരു ജോലിയാണ്. നൂതന സാങ്കേതിക വിദ്യകൾ, അർബൻ ഗ്രീൻ സ്പേസസ് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കും. ഇനിയുള്ള കാലം തൃശ്ശൂര് ഒരു ഹരിത നഗരമായിട്ട് മാറ്റുന്നതിനെ പറ്റി എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റി ആലോചിക്കണം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പരമാവധി ചെയ്യണം. കാരണം കീഴൊഴുകി പോകുന്നത് പ്രതലങ്ങൾ വർദ്ധിക്കുകയാണ് എല്ലാം. കാരണം ഇംപെർവിയസ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ്സ് ആണ് നമ്മുടെ പെർവിയസ് ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം. ഇംപെർവിയസ് ആയിട്ടുള്ള നിർമ്മാണങ്ങൾ നടത്തി അനുമതിക്ക് വരുമ്പോൾ ലൈസൻസ് കൊടുക്കാൻ വരുമ്പോഴേക്ക് അതിന് കോർപ്പറേഷൻ തീരുമാനിക്കാം. അല്ല, ഇംപെർവിയസും പെർവിയസും ആയിട്ടുള്ള പോർക്കായിട്ടുള്ളവർക്ക് എന്ത് നേതൃത്വം കൊടുക്കണം, അത് നമ്മൾ നഗര മാനേജ്മെന്റിനെ പറ്റി പ്ലാനിങ് വിദഗ്ധർ ആലോചിക്കേണ്ടതാണ്. നല്ലപോലെ ട്രെയിനിങ് പ്രോഗ്രാംസ് വേണം. ഇതാണ് മാസീവ് ലെവൽസ് ഓഫ് വെള്ളം ഒഴുകിയെത്തുന്ന സമയത്ത് രണ്ടു തരം ഫ്ലഡിങ്ങിനെ പറ്റി പറഞ്ഞു. ഫ്ലൂവിയൽ ഫ്ലഡിങ്, ഒന്ന് ഫ്ലൂവിയൽ ഫ്ലഡിങ് എന്ന് പറയും. കാരണം വെള്ളപ്പൊക്കം, നദികളിൽ നിന്ന് വെള്ളം വന്ന് ഉണ്ടാകുന്ന ഫ്ലഡിങ്, അതുപോലെ തന്നെ നമുക്ക് വെള്ളം തക്കീലോട്ട് ഒഴുകിപ്പോകാതെ ഉണ്ടാകുന്ന ഫ്ലഡിങ്, പിന്നെ കോസ്റ്റൽ ഫ്ലഡിങ്. അപ്പൊ 3 തരം ഫ്ലഡിങ് തൃശ്ശൂരുണ്ട്. ഒന്ന് ഫ്ലൂവിയൽ ഫ്ലഡിങ്, കോസ്റ്റൽ ഫ്ലഡിങ്. ഇത് 3 ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനം വേണം. കേവലം ഒരു നദി കൊണ്ടുവരുന്ന വെള്ളപ്പൊക്കമല്ല, അല്ലെങ്കിൽ മഴക്കാലത്തുണ്ടാകുന്ന നഗരത്തിൽ ഒരു വെള്ളമല്ല, മറ്റ് കടലിനോട് ചേർന്നതായതുകൊണ്ട് അങ്ങനെയുള്ള കോസ്റ്റൽ 3 പരിഹരിക്കാനുള്ള വഴിയുണ്ടാവണം. കേരളത്തിന്റെ സാഹചര്യത്തിൽ നമുക്കതുകൊണ്ട് ഫ്ലഡിംഗ് കോസ്റ്റ് ബൈ ഓവർവെയിമിംഗ് ഓഫ് ലോക്കൽ സ്റ്റോം വാട്ടർ, നമ്മുടെ ഓടകളും കനാലുകളും കവിഞ്ഞു വരുന്നത് ടൈഡൽ ഫ്ലഡ്സ്. ഇതാണ് നദിയുടെ ഒഴുക്കിനെ പറ്റി. നമ്മളിതൊന്നും ഇങ്ങനെ എവിടെ നിന്നാണ് ഈ വെള്ളം എത്തുന്നതെന്നും നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കണം. ഇവിടെ ഇപ്പം ഫോണിൽ നമുക്കറിയാം ഈ പുഴ എങ്ങനെയാണ് താഴ്പ്പെടുന്ന വഴി നമ്മുടെ സ്ഥലത്തെത്തുന്നത്. അത് നദിയിലെ നീരൊഴുക്ക് സംബന്ധിച്ച വാഴായി മെഡിക്കൽ ക്ലിഫിൽ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ എത്തും വരെയുള്ള നദിയുടെ ചിത്രമാണ്. പിന്നെ കാണിപ്പടം വഴിയെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാരണം 29 കിലോമീറ്ററാണ് വളരെ പവിത്രമായിട്ടുള്ള ഒരു നദി. കുറുപ്പഞ്ചിറ റെഗുലേറ്ററിനെ പറ്റി പറഞ്ഞു. അവിടെയാണ് ആദ്യം വെള്ളം എത്തുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെകിടാവിനെ പറ്റി, ആ ചെകിടാവ് കവിഞ്ഞാണ് വെള്ളം എത്തുന്നത്. ഇത് കാണിപ്പടം വഴി ആറാട്ട് സമയമാണ്. വെള്ളം കയറി ആ ക്ഷേത്രം മുഴുവൻ വെള്ളപ്പൊക്കം നിറയുമ്പോഴാണ് ഭഗവതിക്ക് ആറാട്ട്. 25 വർഷം 2025 ഉണ്ടായില്ല ആറാട്ട്. കാരണം നമുക്ക് അത് കൂടുതൽ അത്തരത്തിലുള്ള ഒരു ഫ്ലഡിങ് അവിടെ ഉണ്ടായില്ല. കൃഷിയിടങ്ങൾ ധാരാളമുണ്ട്. കുറ്റിമുക്ക് വരെയുള്ള സ്ഥലത്ത് ജനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ ഇറിഗേഷനിന്റെ ഈ വെള്ളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എക്സെപ്ഷൻ ഡൈവേഴ്സിറ്റി പറഞ്ഞു. കാരണം നമ്മുടെ നദികളൊക്കെ ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ നീരൊഴുക്കുകളൊക്കെ. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഹാബിറ്റേഷൻസ്. അപ്പോൾ ഈ നമ്മുടെ വീടുകളും നിർമ്മാണങ്ങളും നമ്മുടെ ഒക്കെ അതിനുശേഷം വന്നിട്ടുള്ളതാണ് ഇംപ്രോപ്പർ സോളിഡ് വേസ്റ്റ്. ഈ പഴയയിലോട്ടൊക്കെ മുഴുവൻ വേസ്റ്റ് വിടുന്നത് ഈ കനാലുകളിലോട്ടാണ്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഫ്രാക്ചേർഡ് ഗവേണൻസ് സിസ്റ്റം, നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ അപാകത വളരെ വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ പറയും ഇത് കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്.
സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമാണ്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ പാഡി ഫീൽഡ്സ് നിലം എത്ര കൃത്യമായിട്ട് കാരണം കോൾ നിലങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ തൃശ്ശൂരിലെ നഗരത്തിലെ ഫ്ലഡിങ് പ്രശ്നം പരിഹാരമാവില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ നള്ളാസ് ഒരു ഫാഷനായിട്ടുണ്ട്. പണ്ട് വെള്ളം ഒരു തുറന്നു കിടക്കുന്ന നള്ളയൊക്കെ മേലിൽ കോൺക്രീറ്റ് ഇതിൽ അടച്ചു കിടക്കുക. പക്ഷേ ഈ അടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ലീനിങ് ഉണ്ടാവില്ല. അതിനെപ്പറ്റി നമ്മളൊരു പുനരാലോചന വേണം. നല്ല നമുക്ക് മൂടണം, അതോ തുറന്നിട്ടിട്ട് എല്ലാ വർഷവും ക്ലീൻ ചെയ്യുന്ന സമ്പ്രദായം വേണം. ഇത് മൂടിക്കഴിഞ്ഞാൽ അകത്തെന്ത് സംഭവിക്കുന്നു അറിയില്ല. പല സ്ഥലങ്ങളിൽ കുഴലുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു പുനരാലോചന വേണ്ട വസ്തുതയാണ്. എല്ലാ നല്ലകളും മൂടിക്കളയേണ്ടതാണ്. കാരണം നമുക്ക് സൗന്ദര്യത്തിന് ചിലപ്പോൾ മൂടുക തന്നെയാണ് നിർമ്മാണങ്ങൾക്ക് പറ്റുക. അൺഓർഗനൈസ്ഡ് കൺസ്ട്രക്ഷൻ, ഇതിനകത്തോട്ട് കയറ്റിയുള്ള നിർമ്മാണങ്ങൾ എത്തരത്തിലുള്ള ഗവേണൻസ് വേണം. അർബൻ ഡെവലപ്മെന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആണ്, പട്ടണങ്ങളാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നല്ലൊരു ഗവേണൻസ് സംവിധാനം ഉണ്ടാക്കണം, കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കണം. ഇതിനൊക്കെ വിദഗ്ധരെ ആവശ്യമായിട്ടുണ്ട്. അതിനുവേണ്ടി നഗരത്തിൽ ഒരു ക്ലൈമറ്റ് സെൽ ഉണ്ടാവണം. ഇതൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടി ഒരു ക്ലൈമറ്റ് സെൽ തൃശ്ശൂർ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് സെൽ തൃശ്ശൂർ മാത്രമല്ല എല്ലാ നഗരങ്ങൾക്കും വേണം. could be formed with municipal commissioner as the head. അതോടൊപ്പം തന്നെ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയുണ്ട്. ഇതെല്ലാം ആലോചിക്കാനും നടപടികൾ സ്വീകരിക്കാനും വേണ്ടി ഉള്ള ഒരു സംവിധാനം കോർപ്പറേഷൻ ഉണ്ടാകുന്നത്. ആനുവൽ കലണ്ടർ ഉണ്ടാക്കുന്ന ജോലി അവരുടേതാണ്. കാരണം ക്ലീനിങ് കലണ്ടർ എങ്ങനെയാണ്, അർബൻ ഫ്ലഡ് മാനേജ്മെന്റ് കലണ്ടർ, ഡിസാസ്റ്റർ വന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി എന്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തൃശ്ശൂരിന് ഒരു സ്പോഞ്ച് സിറ്റി ആക്കുന്നതിനെ പറ്റി ആലോചിക്കണം. സ്പോഞ്ച് സിറ്റി എന്ന് പറഞ്ഞാൽ റൂഫ് ടോപ്പ് ഇൻഫിൽട്രേഷൻ ബെഡ്സ് ഉണ്ടാക്കിക്കൊണ്ട് വെള്ളം മുഴുവൻ കീഴോട്ട് പോകാനുള്ള ശ്രമം. ഒരേ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിലോട്ടുള്ള മാറ്റമാണ് ഒരു ഹരിത നഗരമാക്കി മാറ്റുന്നതിന് വെള്ളം കീഴോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ഒരു മുഴുവൻ ഡ്രെയിനേജിലോട്ട് വരാനുള്ള അല്ല, പക്ഷെ വെള്ളം ഭൂമിയിലോട്ട് ഇറങ്ങാനുള്ളതാണ്, വാർന്നിറങ്ങാനുള്ളതാണ് എന്നൊരു ബോധ്യം പൊതുസമൂഹത്തിന് ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ടാക്സ് കൺസെഷൻസ് കൊടുക്കും. കാരണം അവരുടെ ഇടങ്ങൾ അല്ലെ നിവസിക്കുന്ന പ്രദേശങ്ങളോട് ഉൾപ്പെടെയുള്ള കോർട്ടാടുകൾ സിമെന്റ് വെച്ച് അടച്ച് താഴോട്ട് ഒഴുകാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നവർക്ക് കൺസെഷൻസ് കൊടുക്കണം. അല്ലാതുള്ളവർക്ക് ഉയർന്ന നികുതി ചുമത്തിക്കൊണ്ട് ഈ സംവിധാനത്തിലോട്ട് എത്തിക്കണം. കോമ്പൻസേറ്റിംഗ് ഫോർ ദ ലോസ് ഓഫ് പെർമിയബിലിറ്റി. കാരണം നമ്മുടെ ഭൂമി പെർമിയബിൾ ആണോ ഇംപെർമിയബിൾ ആണോ എന്ന് പരിശോധിച്ച് വേണം നമുക്ക് ഇനിയുള്ള കാലം നമുക്ക് ലൈസൻസ് കൊടുക്കേണ്ടത്. ഡെസിഗ്നേറ്റഡ് ഓപ്പൺ ഏരിയാസ് എത്രയുണ്ട്, വെറ്റ്ലാൻഡ് എത്ര സംരക്ഷിക്കുന്നുണ്ട്, ഇതൊക്കെ കോർപ്പറേഷന്റെ കൂടി ഉത്തരവാദിത്തമാണ്. നിലങ്ങളെ സംരക്ഷിക്കുക, കുളങ്ങളെ സംരക്ഷിക്കുക, വെള്ളം ശേഖരിക്കപ്പെടുന്ന ഇടങ്ങളെ സംരക്ഷിക്കുക. അപ്പോൾ ആനുവൽ ലോങ് ടൈം പ്ലാൻസ് ഉണ്ടാക്കണം. ഇത് സംബന്ധിച്ച് സ്ട്രീംസ് ആൻഡ് കനാൽസ് ക്ലീൻ ചെയ്യുന്നതിനുള്ള പദ്ധതി ഉണ്ടാവണം. എൻക്രോച്ച്മെന്റ് അല്ലെ നിർദാക്ഷിണ്യം അത് ഒഴിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കണം. കാരണം പലയിടങ്ങളിലും കനാലുകൾ വിസ്മൃതമാകുക, ഒഴുകി വന്ന കനാല് പിന്നെ കാണില്ല, ഇൻവിസിബിളായി മാറുകയാണ്, എവിടെ പോയി കഴിയില്ല, അതുകൊണ്ട് അവിടെ ചുറ്റിയിരിക്കുകയാണ്. പിന്നെ അതിന് അപ്പുറത്തുണ്ടാകും കനാൽ. ഇങ്ങനെയുള്ള ഞങ്ങൾ ആ പ്രദേശങ്ങളൊക്കെ കണ്ടെത്തി ഫോട്ടോഗ്രാഫി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് റെസ്റ്റോർ ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം. അൺനെസസറി ആയിട്ടുള്ള ഡാംസ് പല സ്ഥലങ്ങളിലും പണ്ടുണ്ടാക്കിയിട്ടുള്ള പാലങ്ങള്, ഡാമുകള്, ചെക്ക് വെറുതെ ഒരു കാര്യമില്ലെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ തടസ്സമാണ്. പ്രത്യേകിച്ച് കോളേജുകളിൽ ആ ശോഭാസിറ്റിക്ക് മുമ്പിലുള്ള പല പ്രദേശങ്ങളിലും ചില പാലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നായ്ക്കളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നടത്തിയിരുന്നപ്പോൾ ആരും വഴിയാത്തക്കാർ പോലും അത് യാത്ര ചെയ്യുന്നില്ല. പക്ഷെ അത് സംരക്ഷിച്ചിരിക്കണം. അത് എല്ലാ മാലിന്യങ്ങളും വന്നടിഞ്ഞ് ഓടിപ്പിന് തടസ്സപ്പെടുത്തുന്ന ഇത്തരത്തിൽ അനേകം നിർമ്മിതികൾ ഡിഫറെന്റ് ആയിട്ടുള്ള നിർമ്മിതികളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പൈപ്പ് കേബിളൊക്കെ മാറ്റണം. പൊട്ടൻഷ്യൽ എല്ലാ ഓരോ പ്രദേശത്തും 55ഓളം ഓരോ സ്ഥലത്തെ പ്രശ്നങ്ങൾ അതിന്റെ പരിഹാരമായിട്ട് അക്കമിട്ട് നമ്മുടെ റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ട്. 55 ഇനിയും ചില കണ്ടെത്താൻ കഴിയും. വെള്ളം അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണം പമ്പ് ചെയ്താണെങ്കിലും ഫോണിലെങ്കിലും ജലനിരപ്പ് താഴ്ത്തി നിർത്തണം. ജലനിരപ്പ് താഴ്ത്തി നിർത്തുന്നതിനെ പറ്റി ഇപ്പോൾ പറഞ്ഞു. ജലനിരപ്പ് വളരെ താഴ്ത്തിയാൽ ഉൾക്കൊള്ളാൻ നടന്നത് അതൊരു ബാലൻസിങ് ആക്ടാണ്. കാരണം കൂടുതലെങ്കിലും വെള്ളം താഴ്ത്തിയിട്ടാൽ ഇവിടുത്തെ വെള്ളം ഒഴുകിപ്പോകും. പക്ഷെ വളരെ താഴ്ത്തിയിട്ടാൽ ഉൾക്കൊള്ളാൻ നടന്നത് ഒരു ബാലൻസിങ് ആക്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേസമയം ഉയർന്ന ജലനിരപ്പ് കോളിലെങ്കിൽ വർഷകാലത്ത് കൃഷിയില്ല.
നമുക്ക് കൃഷി പ്രധാനമായിട്ടും വർഷക്കാലം കഴിഞ്ഞാണ് പടവുകളിലെ കൃഷി. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം പരമാവധി ശേഖരിക്കണം. അറ്റ് ദ സെയിം ടൈം നഗരത്തിലെ ഫ്ലഡിന് ആശ്വാസമാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ. ഇത് പല സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അടച്ചുകൂടിയിട്ടുള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ തുറന്നു കിടക്കുന്നുണ്ട്. ക്ലീൻ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ നല്ലാസ് കനാൽസ്. ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ഥലമാണ്. എന്തിനാണ് ഈ പാലം ആർക്കും അറിയില്ല, അല്ലേ? ഈ പാലത്തെ കൂടെ ആരും നടക്കുന്നൊന്നുമില്ല. പക്ഷെ എല്ലാ മാലിന്യങ്ങളും വന്നടിയുന്ന ഒരു സ്ഥലമാണ്, അല്ലേ? ഇത് MLA റോഡിന്റെ പടിഞ്ഞാറുവശത്ത് കുന്നംകുള എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള അനേകം കോസ്റ്റ് സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുക. അതായത് പണ്ടുണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണെന്ന് അറിയാതെ ഒരുപാട് സാധനം പിന്നെ ചില സ്ഥലങ്ങളില് വെള്ളക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു സ്പിൽവേ, ഇതൊരു തരം ഒരു വാട്ടർഫോൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഗാന്ധി നഗറിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു ടൂറിസം സെന്റർ ആയിട്ട് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, അവിടെ ഗ്രേഡിയന്റ് ഉണ്ടായി വെള്ളം ഉയർന്നു നിൽക്കുകയാണ് മറ്റേ സ്ഥലത്ത്, ഇവിടെ താഴ്ന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇത് കുത്തി ഒഴുകുന്നത് കൊണ്ട് ഒരു വാട്ടർഫോളായിട്ട് മാറിയിട്ടുണ്ട്. അതെന്ത് വേണമെന്ന് ആലോചിക്കണം. അത് വാട്ടർഫോളായിട്ട് നിർത്തണം. അപ്പൊ വാട്ടർഫോളായിട്ട് നിർത്തുന്ന ഉപരിതല മേലിലുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അതോ അത് തുറന്നു വിടാനുള്ള സൗകര്യം വേണോ ആലോചിക്കണം. ഇത് പല സ്ഥലങ്ങളിലെ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പാലങ്ങളുടെ അടിത്തട്ടിലെ ബീം നീരൊഴുക്കിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിർമ്മിച്ച് വെള്ളം ഒഴുകാൻ വേണ്ടി വെച്ചിട്ടുള്ളത് വെള്ളത്തിന്റെ ജലവിലയായി വളരെ ഉയരത്തിലാണ്. നഗരം മുഴുവൻ മുങ്ങിയാൽ മാത്രമേ അതിനെക്കുറിച്ച് വെള്ളം ഒഴുകൂ. അത്തരത്തിലുള്ള നിർമ്മിതികളുണ്ട്. വീതി വർദ്ധിപ്പിക്കണം, ആഴം വർദ്ധിപ്പിക്കണം. കയ്യേറ്റങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഞങ്ങളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ലാറ്റിറ്റ്യൂഡ് 22 വെച്ചിട്ട് കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ സർവേ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ ജോലി അതിനകത്തോട്ട് കയറി ഇടപെടാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പ്രശ്നമായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ. പിന്നെ നമുക്കൊരു എത്തരത്തിലുള്ള ഗവേണൻസ് വേണമെന്ന് നമ്മൾ ആലോചിക്കണം. അർബൻ ഡെവലപ്മെന്റ് എത്തരത്തിലുള്ളതായിരിക്കണം. ഒരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ, നമ്മുടെ ക്ലൈമറ്റ് സെല്ലിനെ പറ്റി പറഞ്ഞു. ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കണം. ഒരു ഇന്റഗ്രേറ്റഡ് ആക്കാൻ സംയോജിതമായിട്ട് ഈ 10 വകുപ്പുകളെ തൂക്കി യോജിപ്പിച്ചുകൊണ്ട് ഒരു വകുപ്പ് അറിയുന്നില്ല. കാരണം പല കാര്യങ്ങളും കോർപ്പറേഷൻ അല്ല ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യേണ്ടത് ഓരോ വകുപ്പുകളാണ്. കോർപ്പറേഷന് ഒരു റോളും ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ഇതിനകത്ത് ഇൻവോൾവ് ആകേണ്ടതാണ്. പക്ഷെ ഇതെല്ലാം ഓരോ വകുപ്പുകളാണ് ചെയ്യുന്നതുകൊണ്ട് നിസ്സഹായ അവസ്ഥയിലാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്റഗ്രേഷൻ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലൈമറ്റ് സെല്ല് വേണം. അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് സ്പോഞ്ച് സിറ്റി. കാരണം ഒരു സ്പോഞ്ച് സിറ്റി ചൈനയിലൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാണ് സ്പോഞ്ച് സിറ്റി കൺസെപ്റ്റ്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോഞ്ച് സിറ്റി ആയിട്ട് കാശ്മീരിനെ മാറ്റിക്കൂടാ? ഇടിചെടികൾ ധാരാളമുള്ള വെള്ളം കീഴോട്ട് എടുക്കാനുള്ള സൗകര്യങ്ങൾ പ്രതലങ്ങളൊക്കെ മാറ്റുന്ന രീതിയിൽ അതിന് പ്രത്യേക സൗകര്യങ്ങൾ കൊടുത്ത് ഇത്തരത്തിലൊരു സിറ്റിയായിട്ട് നമ്മുടെ തൃശ്ശൂരിനെ മാറ്റിയെടുക്കാൻ കഴിയുമോ? എല്ലാം ഗ്രീൻ സ്പേസസ് മുഴുവൻ ഉപയോഗിക്കുക. ഗാർഡൻസും പാർക്കുകളും ഒക്കെ നിർമ്മിച്ച് കൃഷിയില്ലാതെ പറ്റുന്ന ഇടങ്ങളൊക്കെ പച്ച തുരുത്തുകളാക്കി മാറ്റുന്നതിനുള്ള ഇൻഫിൽട്രേഷനുള്ള സംവിധാനം, പ്രസിപ്പിറ്റേഷൻ മഴ മുഴുവൻ ഇൻഫിൽട്രേഷനിലൂടെ താഴോട്ട് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സ്ട്രീംസ് നീരൊഴുക്കുകൾ സംരക്ഷിക്കണം. ആനുവൽ ക്ലീനിങ് ടൈം എല്ലാ വർഷവും എന്നാ ക്ലീനിങ് ടൈം ഉള്ളത് എന്ന് അവസാനിക്കുന്ന രീതിയിൽ ആനുവൽ ക്ലീനിങ് ടൈം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള 58ഓളം നിർദ്ദേശങ്ങളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യം ഞങ്ങളൊരു ശരി വർക്കൗട്ട് ചെയ്തു.
പൂർണ്ണമായിട്ട് അതത് വകുപ്പുകളാണ് നിർവഹിക്കുന്നത്. നമ്മളൊരു ഒരു തുക ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ചെയ്യാൻ കഴിയും. അതാണ്ട് അതിന്റെ DPR ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. പക്ഷെ അപ്രോക്സിമേറ്റ്ലി 150 to 200 crore ഇനിഷ്യലി ഇതിനു വേണ്ടി അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രാഥമികമായിട്ട് ഈ വർക്കുകൾ ഏറ്റെടുക്കാൻ കഴിയും. വിശദമായിട്ടുള്ള നിർമ്മാണങ്ങൾക്കും മറ്റും പണം കൂടുതൽ വേണ്ടി വരും. അത് ആലോചിക്കണം. അതത് ഭാഗത്ത് ഏതായാലും ഇത്തരത്തിലൊരു അവസരം ഉണ്ടാക്കി തന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിനോട് സൂചിപ്പിക്കുന്നു. എന്റെ അടുത്തിരിക്കുന്ന പഴയ DGP വലിയൊരു വാട്ടർ മാനേജ്മെന്റ് എക്സ്പെർട്ടാണ്. ഞങ്ങളുടെ കാർഷിക സർവകലാശാലയിൽ വിദഗ്ധരായിട്ടുള്ള തീർച്ചയായിട്ടും അദ്ദേഹം ഇതിന് പ്രതികരിക്കുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. കുട്ടനാട് ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയാണ്. ഫ്ലഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പക്ഷേ ഞങ്ങൾ കുട്ടനാട്ടിലാണ് ബന്ധപ്പെട്ടും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഞാൻ പറഞ്ഞു റിവറേറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രളയമാണ് നഗരത്തിലെ പ്രളയം. പക്ഷെ ഇത് വലിയ പ്രശ്നമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെന്നൈ ഫ്ലഡ്, ബാംഗ്ലൂർ ഫ്ലഡ്, ഡൽഹി ഫ്ലഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ദുരിതങ്ങളെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പരിഹരിക്കാനുള്ള വഴി തേടുന്നതിന് അവസരം ഉണ്ടാക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റുന്നത് എനിക്ക് ചരിതാർത്ഥ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത് സമർപ്പിക്കേണ്ടത് തൃശ്ശൂരിന്റെ വികസനത്തിന് അല്ലെ, ഈ തൃശ്ശൂർ മാത്രമല്ല കൊച്ചിയുടെ വികസനത്തിന് അടിസ്ഥാനത്തിൽ പാലക്കുട്ടിയിലേക്ക് സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ അവതരണം പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിന്റെ പ്രാഥമിക അവസ്ഥയിൽ മാത്രമാണുള്ളത്. ഇത് ജനങ്ങളുമായിട്ട് ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നതിലും ജനങ്ങളുടെ ആവശ്യം അവകാശം എന്ന രൂപേണ അവരുടെ ജനങ്ങളുടെ ഒരു സമരം മുന്നോട്ട് ഉത്ഭവിച്ചു വരേണ്ട ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാതെ അഡ്മിനിസ്ട്രേഷൻ, ഞാനും കൂടി ഭാഗമായ അഡ്മിനിസ്ട്രേഷൻ അവരവരുടെ റോളുകൾ കൃത്യമായി രാഷ്ട്രീയ വിഴിപ്പ് അലക്കലൊന്നുമില്ലാതെ കൃത്യമായി മനസ്സിലാക്കി ഇത് ഞാൻ ചെയ്യേണ്ടത്, ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്ന നിശ്ചയത്തിലേക്ക് ഏതാണ്ട് 6-7 മിനിസ്ട്രീസിന്റെ കേരള സർക്കാരിലെ മിനിസ്ട്രികളുടെ ഇടപെടൽ ഇതിനകത്ത് ശക്തമായി ആവശ്യമാണ്. ഫണ്ടിന്റെ കാര്യം പിന്നീട് നമുക്കതിന്റെ ഫെഡറൽ സംവിധാനത്തിൽ എന്താണോ, ഏത് അനുപാതത്തിലാണോ അതൊക്കെ നമുക്ക് ആലോചിക്കാം. കേന്ദ്രത്തില് പ്രധാനമായിട്ടും നഗരവികസനം, അതുപോലെ തന്നെ ഒരുപാട് കോൾപ്പാടങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യമുള്ളത് കൊണ്ട്, സമൃദ്ധി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഇറിഗേഷൻ വകുപ്പിന്റെയും അഗ്രികൾച്ചർ വകുപ്പിന്റെയും ഒരു ഇടപെടൽ ശക്തമായി ആവശ്യമുണ്ട്. അതും ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറാണ്. പക്ഷെ ആദ്യം ഇതിന്റെ കോപ്പി ഇന്ന് കളക്ടറെ ഏൽപ്പിച്ചു. കളക്ടർ അത് മുന്നോട്ട് കേരള സർക്കാരിലേക്ക് എത്തിക്കണം. ഇന്ന് തന്നെ കഴിയുമെങ്കിൽ, ഇന്നിപ്പോ ഒരുപാട് പദ്ധതി രേഖ സമർപ്പണമുള്ളത് കൊണ്ടാണ് മേയർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. അത് സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ IMA ഈ റിപ്പോർട്ട് ഏൽപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ റിപ്പോർട്ട് അപര്യാപ്തമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ അവർ ചങ്കൂറ്റം കാണിക്കണം, അതാരായാലും. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന് മേലെ ഒരു സംവിധാനം, കാരണം അടുത്ത മെയ് ജൂൺ മാസം എന്ന് പറയുന്നത് കഠിനമാകുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. കഠിനമായാലും ഇല്ലെങ്കിൽ ഇത് വരും തലമുറയുടെ ദീർഘവീക്ഷണമുള്ള വികസനത്തിന്റെ അടിത്തറ പാകുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് വളരെ പേഴ്സണൽ ഗ്രൗണ്ട്സിലാണ്. ഇത് MP ഓഫീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പണമോ ഒന്നും ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പത്മകുമാർ സാറിന്
നൽകേണ്ടതായ പണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പേഴ്സണൽ നിലയിലാണ് ചെയ്യുന്നത്. അതിനൊരു ഫണ്ട് പിരിവും നടത്തിയിട്ടില്ല. അതിനൊരു സ്പോൺസർമാരെയും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങോട്ട് നമുക്ക് അങ്ങനെ സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ് 6-7 മിനിസ്ട്രീസ്, ഏതാണ്ട് 12 മുതൽ 17 ഡിപ്പാർട്ട്മെന്റുകളുടെ സമയോചിതമായ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ 2027 നമുക്ക് വളരെ ഈസിലി ഓപ്പറേഷനബിൾ ടെക്നിക്സ് ആണ് ഈ പറയുന്ന 55 നിർദ്ദേശങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഈസി. ഇതിനെ സംബന്ധിച്ച് 2 തവണ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററും റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ കൂടിയായ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം തന്നെയാണ് കാർഷിക വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അപ്പോ വാട്ടർ ഫ്ലോ, അതുപോലെ തന്നെ ജൽനദി മിഷൻ, പട്ടേൽ സാർ, ഇത്രയും പേര്, മനോഹർലാൽ ഖട്ടർ അടക്കം ഇത് ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കേരള സർക്കാർ ഇത് ഒരു പദ്ധതി രേഖ തയ്യാറാക്കി കഴിയുമെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ സമർപ്പിച്ചാൽ ഈ വർഷം പരിഹാരം കാണാൻ പറ്റത്തില്ല. പക്ഷെ ഈ വർഷം എന്ത് ദുരിതം വന്നാലും ജനങ്ങൾക്ക് ഒരു വലിയ ഒരു ആറുതലായിരിക്കും, ഒരു തലോടലായിരിക്കും. അടുത്ത വർഷം മുതൽ ഇതിന് കറക്ഷണൽ മെത്തേഡ്സ് സ്ഥാപിതമായി തുടങ്ങും. അതിനടുത്ത വർഷം ഇത് പൂർണ്ണമായി നമുക്ക് ഒരു ഭീതി രഹിത വർഷകാലം നമുക്ക് ആനന്ദത്തോടെ സ്വീകരിക്കാൻ സാധിക്കും എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യത്തിലേക്ക് ഒരു ചൂണ്ടുപലക അല്ലെങ്കിൽ ഒരു ഉത്തേജകം, ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഈ പദ്ധതി സമർപ്പണം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ഇനി മേയർക്ക് ഇതിന്റെ കോപ്പി പോകും, പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് 2 കോപ്പി ഇത് തരും. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കത് പഠിച്ച് ജനങ്ങളിലെ ഒരുപക്ഷെ ഈ പത്മകുമാർ സാറിന്റെ അംശങ്ങൾ മനസ്സിലാവുന്ന ഒരു സമൂഹത്തിന്റെ അവലോകനം നമുക്കിതിൽ ആവശ്യമാണ്. യുവതലമുറയില് ഇതിനകത്ത് ഒരു ഓൺടർപ്രണേറിയൽ പാർട്ടിസിപ്പേഷൻ നടത്താൻ പറ്റുന്ന ബുദ്ധി രാക്ഷസന്മാർ ഒരുപാടുണ്ടാവും. അവരുടെ അഭിപ്രായ സമന്വയം കൂടി നടത്തിക്കൊണ്ട് നമുക്ക് സർക്കാരിന് വീണ്ടും ഇതിനകത്ത് ഗൈഡ് ലൈൻസ് സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉപയോഗിക്കാവുന്ന, നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിയിലില്ലാത്ത കാര്യങ്ങൾ യുവതലമുറയിൽ നിന്ന് കൂടി നമുക്ക് സ്വാംശീകരിക്കുവാൻ സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് പത്രസമൂഹത്തെ സംബന്ധിച്ചത് വലിയൊരു നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമുള്ള ഉദ്യമമായി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇതിനെ സംബന്ധിക്കുന്ന ബാക്കി എന്തെങ്കിലും ചോദിക്കാമെങ്കിൽ ചോദിക്കാം. ഈ കയ്യേറ്റങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിംഗ് ഉപയോഗിച്ചാണോ നമ്മൾ കണ്ടെത്തിയത്? അതെ, നമ്മൾ കണ്ട സ്ഥലത്ത് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫിസിക്കലായിട്ട് കണ്ടതാണ്. പോകാത്ത ഒരു സ്ഥലവും നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എല്ലായിടത്തും പോയിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ കണ്ട് ഫോട്ടോഗ്രാഫി ചെയ്ത് അത് ജിയോഗ്രാഫിക്കലായിട്ട് മാപ്പ് ചെയ്ത് പ്രഥമദൃഷ്ട്യാ കയ്യേറ്റമാണെന്ന് തോന്നിയ സ്ഥലങ്ങൾ. പ്രഥമദൃഷ്ട്യാ തോന്നിയ സ്ഥലങ്ങൾ. അതിനകത്ത് പക്ഷേ സാറിന് നമ്മൾ വലിച്ചടിക്കാൻ പാടില്ല. ഇതിന്റെ ഒരു കറക്ഷണൽ പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതും ഒരു നിരീക്ഷണമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വരട്ടാർ എന്ന് പറയുന്ന ശ്രീ മാത്യു ടി തോമസിന്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്ന് ഏതാണ്ട് 7 ദിവസം അദ്ദേഹത്തിലൂടെ വിവിധ പരിപാടികളിൽ വിവിധ പ്രദേശങ്ങളിൽ 2018 ഏറ്റവും വലിയ ജലഭീതി അല്ലെങ്കിൽ ജലദുരന്തം കേരളത്തിന് പേറേണ്ടി വന്ന് വളരെ വൈകാരികമായി തന്നെ നമ്മുടെ ഒരു 10 വർഷത്തെ വളർച്ചയെ പിന്നോട്ട് വലിച്ച ഒരു ദുരന്തം അതിന് മുമ്പ് കണ്ടെത്തിയപ്പോഴും അന്നും ശ്രീ മാത്യു ടി തോമസ് തന്നെ എൻഡോർസ് ചെയ്ത് ഭൂമി കയ്യേറ്റം ജലനിദാനങ്ങളിലേക്ക്, ജല ഒഴുക്ക് സംവിധാനങ്ങളിലേക്ക് മണ്ണിറക്കി വേലികെട്ടി സ്ത്രീധനമായി എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒരു വൈകാരികത അന്ന് അവിടെ പങ്കുവെച്ചതാണ്. കൃത്യം 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ജല
ദുരന്തത്തിലേക്കാണ് കേരളത്തെ വലിച്ചഴച്ചത്. അവിടെ ഉണ്ടായിരുന്ന നികത്തിയ മണലും ചെളിയുമാണ് ഇനി ആലപ്പുഴയിലെ ജനങ്ങൾ അവരുടെ തൊള്ളയിലേക്ക് കുത്തിയിറക്കിയത്. അതിന്റെ ഒരു അംശം തന്നെയാണ് ഒരുപക്ഷെ ഡാമുകളുടെ വാട്ടർ കാച്ച്മെന്റ് ഏരിയയിൽ വന്ന് അടിഞ്ഞു കിടന്നതും ഡാമുകൾ അമിതാവേശത്തിൽ തുറന്നു വിട്ടപ്പോൾ, അമിതാവേശം എന്ന് പറയുന്നത് മറ്റ് പല പോസിറ്റീവ് ഘടകങ്ങളുമുണ്ട് അതിനകത്ത്. പക്ഷെ വലിയൊരു അപകടം ഒഴിവാക്കാൻ ചെറു അപകടങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വളരെ വലിയ അപകടമായി നമുക്ക് വന്ന് ഭവിച്ചു. ആ ചെളിയാണ് നമ്മൾ ചെല്ലാനത്ത് കണ്ടതും, ആ ചെളി തന്നെയാണ് കളമശ്ശേരിയിൽ കണ്ടതും, ആ ചെളി തന്നെയാണ് നമ്മൾ മാളയിൽ കണ്ടതും. അപ്പൊ ഇതെല്ലാം കയ്യേറ്റത്തിലൂടെ നികത്തിയെടുത്ത് അതുവഴി പ്രഷർ അധികമായിട്ട് ജലമൊഴുക്ക് സംവിധാനത്തിൽ വന്നപ്പോഴേക്കും അതിൽ പണ്ട് പവിത്രമായിരുന്ന മണൽ, ആറ്റ് മണൽ എന്ന് പറയുന്നത് അപ്രത്യക്ഷമാക്കിക്കൊണ്ട് അതിനെ കൂടി ശ്വാസം മുട്ടിക്കുന്ന മറ്റ് സാർ നേരത്തെ പറഞ്ഞ ഫ്ളാറ്റുകളുടെ എല്ലാം ചുറ്റും ഈ ബ്ലോക്ക് ബ്രിക്കൊക്കെ ഇട്ടിട്ട്, കംപ്രസ് ബ്രിക്കൊക്കെ ഇട്ട് വെള്ളം മണ്ണിനടിയിലേക്ക് കടത്തി വിടാത്ത ഒരു സംസ്കാരം നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മണ്ണിനാവശ്യമായ വെള്ളം കുടിക്കാനുള്ള ഒരു പരപ്പ് നമ്മൾ ഒരുക്കിയില്ലെങ്കിൽ ആ വെള്ളം തന്നെയാണ് കടലിനും പ്രഷറാവുന്നത്, ആ വെള്ളം തന്നെയാണ് ജലനിധാനങ്ങൾക്കും ഡാം വാട്ടർ കാച്ച്മെന്റ് ഏരിയസിനും ഒക്കെ പ്രഷറാവുന്നത് എന്നാണ്. അപ്പൊ പിറ്റ് ഹോൾസ് നമുക്ക് മണ്ണിലേക്ക്, ഇപ്പൊ ഡ്രെയിനേജ് ഇല്ലാത്തതിന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞു. തൃശൂർ പട്ടണത്തില് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വാട്ടർ ടേബിൾസിന്റെ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും, റേഡിയസിലെങ്കിലും വടക്കുംനാഥ ക്ഷേത്ര മൈതാന പരപ്പിന്റെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഡ്രെയിനേജ് വരേണ്ടത് അത്യാവശ്യമാണ്. ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിക്ക് പങ്കുവഹിക്കാനുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കേരളം എന്ത് ചെയ്യും? കേരളത്തില് അറിവുള്ള പ്രബുദ്ധത, രാഷ്ട്രീയ പ്രബുദ്ധത പോരാ, ഗവർണൻസിന്റെ ഹാൻഡിൽസ് ഒക്കെ എന്തൊക്കെയാണ്? ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യം, അവർ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ ക്രമീകരണം, ജനറ്റിക് ക്രമീകരണം, ഇതിനെയൊക്കെ സംബന്ധിച്ച് വാട്ടർ ടേബിളിന്റെ പ്രസക്തി എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കറക്റ്റ് ചെയ്യണം. ഡ്രെയിനേജിനെ സംബന്ധിച്ചും മേയർക്ക് മാത്രമല്ല ഉത്തരവാദിത്വം. ഇവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടുത്തെ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കേന്ദ്ര ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുമായി സംയോജിച്ചുകൊണ്ട് ജനങ്ങളുടെ ലഭ്യതയിലേക്ക് അത് കൊണ്ടുവന്ന് പുനഃക്രമീകരിക്കുന്ന അഡ്മിനിസ്ട്രേഷണൽ എക്സലൻസ് ഇപ്പൊ പ്രകടിപ്പിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക്, ഇപ്പോ കോവിഡിനേക്കാൾ വലിയ പ്രത്യക്ഷമായ ഭൂതങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ നടുവൊടിക്കേണ്ടി വരും. നമ്മുടെ മനസ്സ് പലപ്പോഴും ഒടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സാർ, ഒരു കാര്യം, ഈ നമ്മുടെ വെള്ളക്കെട്ട് എന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ അങ്ങ് മുമ്പിൽ വെച്ചത്. തൃശ്ശൂരിലെ നിവാസികൾക്ക് വരൾച്ചയും കൂടി ഉണ്ട്. വെള്ളക്കെട്ട്, സ്പോഞ്ചസിറ്റി എന്ന് പറഞ്ഞതൊരു വലിയ ഒരു അളവിൽ സ്പോഞ്ചസിറ്റി എന്ന് പറയുന്നത് ഒരു അങ്ങേയറ്റത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത്രയും കോടി രൂപ ചെലവഴിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ വെക്കുന്ന ഈ കൺസെപ്റ്റില് തൃശ്ശൂരിലെ കോർപ്പറേഷൻ അടക്കം ഇത് ബന്ധപ്പെടുന്ന എല്ലാ ഏരിയയിലും 1-2 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, 4-5 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് വരൾച്ച കാലത്ത് ശുദ്ധജലം കിട്ടാനും ഈ പദ്ധതി കൊണ്ട് ഉപകരിക്കുമോ? പറഞ്ഞു. അതൊക്കെ അതിലേക്ക് പോസിറ്റീവായിട്ട് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് സാറിന്റെ സയൻസിലൂടെ തീർച്ചയായിട്ടും മഹാരാഷ്ട്ര സാർ ഞങ്ങളോട് 2 ദിവസം പൂർണ്ണമായിട്ട് നടന്നതാണ്. വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടാണ്. കാരണം മഴക്കാലത്ത് നമുക്ക് വെള്ളമുണ്ട്, അത് കഴിഞ്ഞ് വെള്ളം ഇല്ലെന്നുള്ളതാണ്, മുഴുവൻ ഒഴുകി പോവുകയാണ്. അപ്പൊ അതിനോടുള്ള ഒരു പരിഹാരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അഭിമാനകരമായിട്ട് ഒരു ഹരിത നഗരമായിട്ട് നമ്മുടെ തൃശ്ശൂരിനെ മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അതിനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് ആണെന്ന് പറയും. ഇനി ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടാകും. കാരണം ഇനിയും അമൻസ് ഇതിനകത്ത് ചെയ്യാൻ കഴിയും. ആ നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയാണ്.
അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഫൈനലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആൾമോസ്റ്റ് ഫൈനൽ ആയെങ്കിലും ഇനിയും കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും. ഈ നടുത്തോട് ഡാം എന്ന് പറയുന്ന ആ വെള്ളത്തിന്റെ ഇതില് ഇപ്പൊ പീച്ചി ഡാമാണല്ലോ തൃശ്ശൂർ ടൗണിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഡ്രിങ്കിങ് വാട്ടർ ഇറിഗേഷൻ ഉണ്ട്. നടുത്തോട് ഡാം എന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും, കുറെ കൂടി ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇപ്പൊ തന്നെ പീച്ചിന്ന് വെള്ളം മെഡിക്കൽ കോളേജ് വരെ എത്തുന്നുണ്ട്. അപ്പൊ അത് ഡ്രിങ്കിങ് വാട്ടറിനും വാട്ടർ ഷോർട്ടേജിനും വേനൽക്കാലത്ത് നല്ലൊരു പരിഹാരമാണ്. ഡിസമിനേഷൻ എന്തൊക്കെ ഇപ്പം അദ്ദേഹം പറഞ്ഞ ഈ ഒരു പാർട്ടിക്കിൾ മാത്രമാണ്. ഇതുപോലെ ഈ വരുന്ന ഒരു പ്രഷർ നമുക്ക് ഒന്ന് ഡിസമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പദ്ധതികളൊക്കെ ഈ പറയുന്ന 55 പോയിന്റ് പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. ഇതൊക്കെ പ്രാഥമിക ചർച്ചയിൽ ഞങ്ങൾ തങ്ങളിൽ പങ്കുവച്ച കാര്യങ്ങളാണ്. നമുക്ക് ആർക്കെങ്കിലും ഇതില് 48 മണിക്കൂറാണ് നമുക്ക് 48 മണിക്കൂറാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലഡ് അനുഭവപ്പെടുന്നത്. ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുങ്ങിപ്പോകുന്നത്. ഞാൻ 10-20 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്. അത് ഏറ്റവും അധികം നികത്തിയത് കൊണ്ടും കാര്യങ്ങൾ മാറ്റി. ഇപ്പോ നമ്മള് ഈ ചെമ്പൂക്കാവ് ഇവിടുന്ന് ചേറൂര് വരെ ഒന്ന് പോയി നോക്കുക. 7 കൾവർട്ടറുകൾ അതിന്റെ, ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. 7 കൾവർട്ടറുകൾ അതിന്റെ അടിയിൽ കൂടെ ഉണ്ട്. ഇന്ന് വരെ അതിൽ ഒരെണ്ണം പോലും വൃത്തിയാക്കിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിനഗറിൽ വെള്ളം കയറുമ്പോൾ ഇത് ഒഴുകി പോകുന്നില്ല. കാരണം ഈ കൾവർട്ടർ, ഈ റോഡിന്റെ ഒത്ത നടുക്കുള്ള കൾവർട്ടറുകൾ മുഴുവൻ അടഞ്ഞുപോയി. അത് മുഴുവനും അനാധികൃതമായി അടച്ചിട്ടിരിക്കുകയാണ്. പലരുടെ കയ്യിൽ കയ്യേറ്റമാണ്. ഈ 1 കിലോമീറ്റർ താഴെ ഈ റോഡുള്ളൂ. നിങ്ങളെല്ലാവരും അതിലെ കടന്നു പോകുമ്പോൾ ഞാൻ എന്ന് നോക്കും, ഇതിന്റെ അടിയിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്, കൾവർട്ടറുകളുണ്ട്, എല്ലാം അടഞ്ഞു കിടക്കാണ്. ഒരു 15 വർഷം ഇതെങ്കിലും ഒന്ന് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ, ഈ കോർപ്പറേഷൻ സമയബന്ധിതമായി ഇതെങ്കിലും ഒന്ന് തുറന്നു കൊടുക്കുക. ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ ഏറ്റവും ആദ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ MLA പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് എന്റെ കയ്യിൽ ഫണ്ടില്ല, നിങ്ങൾ മന്ത്രി രാജനോട് ചോദിക്കുമെന്ന് പറഞ്ഞു. രാജനോട് ഈ കാര്യം പറഞ്ഞു, കോർപ്പറേഷൻ മേയറോട് ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ പല കാര്യം. കാരണം എന്റെ വീടിന്റെ എന്നോടും പറഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞത് 1 കോടി രൂപ കൊണ്ട് നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ആ 1 കോടി രൂപ ഉപയോഗപ്രദമാവും, പക്ഷെ അത് ശാശ്വത പരിഹാരമാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കടലിൽ കൊണ്ടുപോയി ഉപ്പ് കലക്കാനൊക്കെ പറ്റില്ല. ഈ റൊട്ടീൻ ക്ലീനിങ്ങിന് കോർപ്പറേഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വീരാവാച്ച അടക്കം എടുത്താണ്, എന്റെ കയ്യിൽ കണക്കുണ്ട്. പക്ഷെ അതുപോലും കാര്യക്ഷമമായിട്ടുണ്ടാവില്ല. ഇപ്പോഴും ഈ ഇതിൽ കുറെ ലോങ് ടൈം പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തവണയെങ്കിലും മഴ വരുന്നതിന് മുമ്പ് റൊട്ടീനായിട്ടുള്ള ഒരു ക്ലീനിങ് നടത്തിയാണ്. മഴക്കാല പൂർവ്വ ക്ലീനിങ്, പ്രീ മൺസൂൺ പ്രിപ്പറേഷൻ എന്നാണ് അതിന് പറയുന്നത്. വൃത്തിയാക്കൽ എന്നല്ല പറയുന്നത്. വരുന്ന ഒരു അനുഗ്രഹത്തെ, അത് വർഷമാണ്. ആ വർഷകാലം അനുഗ്രഹമായി തന്നെ അവസാനിക്കാനായി, ദുരന്തമായി പരിണമിക്കാതിരിക്കാൻ വേണ്ടുന്ന പരിപാടിയാണ് പ്രീ മൺസൂൺ പ്രിപ്പറേഷൻ, ക്ലീനിങ് അല്ല. ഇത് എത്ര കോർപ്പറേഷനുകളിൽ ചെയ്യുന്നുണ്ട്, എത്ര മുനിസിപ്പാലിറ്റികളിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനു വേണ്ടിയുള്ള തുക വകയിരുത്തി മാറ്റിവെച്ചിരിക്കുന്നത് ഉപയോഗിച്ചോ ഉപയോഗിക്കാതെ പോയോ ഇതിനെ സംബന്ധിച്ചെല്ലാം പോലീസുകാരായി മാറണം പത്രക്കാർ. സ്വകാര്യ കയ്യേറ്റത്തെ കുറിച്ച് അവർ പറഞ്ഞു. കോർപ്പറേഷന്റെ കയ്യേറ്റമാണ്. കോർപ്പറേഷൻ തോട് കയ്യേറിയിരിക്കുകയാണ് കരാരനമ്പ്യാർ റോഡിൽ. കരാരനമ്പ്യാർ റോഡിലെ വ്യവസായ പാർക്കിനോട് ചേർന്നിട്ട് റീസർവേ കഴിഞ്ഞിട്ട് 3.1 വിട്ടുള്ള ഒരു തോട് കോർപ്പറേഷൻ കയ്യേറി വെച്ചിരിക്കുക. പല പ്രാവശ്യം കോർപ്പറേഷൻ കൌൺസിലേഴ്സ് മുഖാന്തരം കോർപ്പറേഷൻ വിഷയം ഉന്നയിച്ചെങ്കിൽ ഇന്നുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. മീഡിയക്ക് ഇതിനകത്ത് എന്റെ കൂടെ 8 പേര് ഇവിടെ ഉണ്ട്. 8 പേരുമില്ലേ? രഘു ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് അതിന്റെ PPT പ്രസന്റ്. ഡിവിഷൻ 3 കൃഷ്ണമോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. കൃഷ്ണമോഹനോട് ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം വഴി കോർപ്പറേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് രാധികയായിരുന്നു, അദ്ദേഹം BJPയുടെ കൌൺസിലറായിരുന്നു. അവർ വഴി ഞങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ ഭരണമില്ലാത്തതുകൊണ്ടായിരിക്കാം എന്തായാലും ആ കയ്യേറ്റം ഇതുവരെ ഒഴിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പൊ അത് മീഡിയ അത് ആ സ്ഥലം ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞാൽ കയ്യേറ്റം ഇപ്പൊ പുഴയ്ക്കൽ പാടത്ത് ഇത്രയും വലിയ സമുച്ചയങ്ങൾ വന്നുപോയി. നമുക്കൊന്നും ഇതിനെ അടിച്ചു നിരത്താനോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, മുതലാളിയല്ല അതിന്റെ ഉടമസ്ഥൻ, ഒരുപാട് ജീവിതങ്ങളാണ് അതിന്റെ ഉടമസ്ഥൻ. പക്ഷെ അവശേഷിക്കുന്ന പുഴയ്ക്കൽ പാടം എന്ന് പറയുന്നതിന്റെ റെമിനൻസ്, അതിലൂടെ നമുക്കൊരു ശുദ്ധമായ
ജീവിത വ്യാഖ്യാനം നടത്തുന്നതിന് വേണ്ടിയുള്ള നീരൊഴുക്ക് സംവിധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുമോ? ഇതിനെ സംബന്ധിച്ച് പഠനമുണ്ട് ഇതില്. അത് കോർപ്പറേഷൻ ആർജവത്തോടെ മുൻകൈ എടുത്താൽ മതി. കേന്ദ്ര ഗവൺമെന്റ് വരേണ്ടടുത്ത് കേന്ദ്ര ഗവൺമെന്റ് വരും. റവന്യൂ മന്ത്രി വരേണ്ടടുത്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒത്തുചേർന്ന് റവന്യൂ മന്ത്രിയുടെ കൂടെ നിന്നാൽ മാത്രമേ ഈ കയ്യേറിയ സ്ഥലം ഒഴിപ്പിച്ച് ജനങ്ങളുടെ വായ വരെ വെള്ളം വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ മൂക്കും കഴിഞ്ഞ് കണ്ണിലേക്കും കയറിയാൽ ഒന്നും ചെയ്യാൻ സാധിക്കും. കുണ്ടുവാരത്തോണ്ട് ബ്രാഞ്ച് ഒഴുകുന്ന നിക്കോട്ടെ ഷോറൂമിന് വിളിക്കുകയാണ്. അല്ല, ആ സ്ഥാപനങ്ങളെ ഒന്നും നമുക്കിനി സ്ഥാപിതമായ ലൈസൻസ് സമ്മാനിച്ച സ്ഥാപനങ്ങളെ ഒന്നും നമുക്കിനി ശ്വാസം മുട്ടിക്കാനൊക്കില്ല. പക്ഷെ അവർ മൂലം വന്നിട്ടുള്ള ശ്വാസം മുട്ടലിന് അവരെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ആ ഒഴുക്ക് നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കണം. അതായിരിക്കണം സാറ് പറഞ്ഞ അങ്ങനെ മണ്ണിന് വേണ്ടി, മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇളവുകളും മറ്റുള്ളവർക്ക് ചില പീനലൈസിംഗ് കണ്ടീഷൻസും നമുക്ക് പുതുതായി സംവിധാനത്തിൽ. അതിന് പക്ഷേ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കിയാൽ നടക്കത്തില്ല. അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരും ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു രാഷ്ട്രീയ കക്ഷിയിലെയും ഒരു വ്യക്തിയും രാഷ്ട്രീയ പ്രീണനത്തിന് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രീണനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള ഞങ്ങളുടെ സംഭാവന എന്ന് പറഞ്ഞിറങ്ങി വന്നാൽ, ആർജവത്തോടെ ഇറങ്ങി വന്നാൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. What will be your next step? ഒരു ഡോക്യുമെന്റൽ ഇതുണ്ട് കയ്യില്. See, that is where. ഒരു ക്യാമ്പയിനോ. Please don't instigate me into yelling politics. You know what? To say bluntly, you have a chief minister belonging to my party. Rest assured. That's all I can say. But that is not the solution that the people of Trichy or the people of Kerala are looking forward. It is not a solution. It is only a political rhetoric. I agree. But I am telling you, whoever comes as the chief minister, whichever chief minister will control a 20-pack ministry whose aim is only excellent governance, then this can happen to the welfare of the people, cutting across all lines, caste, demographic, any line, political lines. ഓഫ് ദ റെക്കോർഡ് ആ കൊടുത്ത ടേബിളിലെ ശോഭാസിറ്റിയുടെ അടുത്തതില് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റുകൾ കണ്ടിട്ടു. അല്ല, അത് അവിടെ മാത്രമല്ല, മറ്റെല്ലാ പ്രദേശത്തും ഉണ്ട്. എല്ലാ പ്രദേശത്തും ജനറൽ വെള്ളം പൊതുവെ തൃശ്ശൂരുള്ളത് വളരെ നല്ലതാണ്. ഞാൻ എല്ലാ വെള്ളവും സാധാരണ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരുവിധം നല്ല pH ഉള്ള വെള്ളമാണ്. 7 തൊട്ട് താഴെ 3 pH. നല്ല TDS ആണ്. നല്ല വർഷക്കാലത്ത് മാത്രമാണ് ഈ കോളി ബാക്ടീരിയകൾ ധാരാളം ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള ഈ സമയത്തൊക്കെ ഒരുവിധം എല്ലാം കഴിക്കാൻ വളരെ ഞാനിത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഫോൺ കോൾ അമ്മ അസോസിയേഷനിൽ നിന്ന് വന്ന് വളരെ സീരിയസ് ആയത് മാത്രമാണ് ഞാൻ ഒരു 10 സെക്കൻഡ് ഒന്ന് മാറിപ്പോയത്. പക്ഷെ ഇത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. പീച്ചിയിൽ നിന്ന് താണിക്കുടം പുഴ വഴി ഒഴുകി വന്ന് പട്ടണത്തിൽ എത്തുന്നത് വരെ കുളിക്കാവുന്നതും കുടിക്കാവുന്നതുമായ ജലാംശം മാത്രമാണ് വരുന്നത്. പട്ടണത്തിലേക്ക് വന്നു കഴിഞ്ഞാണ് ഇത് കണ്ടാമിനേറ്റഡ് ആവുന്നത്. അതിൽ നിങ്ങൾ ആരെയൊക്കെ ചേർക്കണം, ചേർത്തോളൂ. എല്ലാ പട്ടണങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. യെസ്, അതിൽ നിങ്ങൾ ആരെയൊക്കെ ചേർക്കണം, ചേർത്തോളൂ. അദ്ദേഹത്തിന് അങ്ങനെ ഇതിനകത്ത് കമ്പോണൻസിന് മെൻഷൻ ചെയ്യാനുള്ള അധികാരമില്ല. He is doing very sincere, gentle, noble, social work. വേണമെങ്കിൽ ഒരു NGO എന്ന് തന്നെ വിളിച്ചു. അപ്പോ ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ എന്താണ് വലയിട്ട് ഫിഷ് ചെയ്തെടുക്കേണ്ട ഗുഡ്നെസ്സസ് ഉണ്ട്, ഡെവലഷ്നെസ്സും ഉണ്ട്.
ആ ഡെവലഷനിസ്റ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം ഗുഡ്നെസ്സിൽ. അത് മാത്രമേ, ആ പാർട്ടിക്കിൾസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. He does not have the right, or he is not designated to name people or institutions. We should be very clear about it. പത്മനാഭൻ സാറേ, ഒരു സംശയം ചോദിക്കാം. ഈ വർഷാവർഷം മഴയുടെ അളവ് വ്യത്യസ്തമാണ്, കാലാവസ്ഥയും വ്യത്യസ്തമാണ്. ഈ പറയുന്ന രീതിയിലുള്ള വാട്ടർ മാനേജ്മെന്റ് സംവിധാനങ്ങളൊക്കെ നടത്തിയാൽ കടൽ ആ വെള്ളം സ്വീകരിക്കുന്നില്ലെങ്കിൽ ചുരുങ്ങിയ മണിക്കൂറുകളെങ്കിലും തൃശൂർ നഗരവും ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഈ കടല് വലിയിറക്കം പോലുള്ള പ്രതിഭാസങ്ങൾ, അത് ഈ സംവിധാനങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയും. സാറ് പറയുന്നതിന് മുമ്പ് അതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ഒരു സയന്റിസ്റ്റ് എന്ന നിലയ്ക്കല്ല, ഒരു സെൻസിബിൾ ആയിട്ടുള്ള മനസ്സിലാക്കുന്ന ആളെന്ന നിലയ്ക്കാണ് കടലെല്ലാം സ്വീകരിക്കാൻ തയ്യാറായാണ് നിൽക്കുന്നത്. കടലെല്ലാം സ്വീകരിച്ചിട്ടുമുണ്ട്. 2018 അന്ന് കടൽ സ്വീകരിച്ചില്ലെങ്കിൽ കേരളം ഒന്നും ബാക്കിയുണ്ടാവില്ല. പക്ഷേ സാറ് റിപ്പോർട്ടിൽ പറഞ്ഞു, PPT പ്രസന്റേഷനിൽ പറഞ്ഞു, ആ കടലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ മൂക്കറ്റം ഈ വെള്ളം എത്തിക്കുന്നത് ഒരു പടം കാണിച്ചില്ലേ? ഒരു പാലം ഉണ്ടാക്കി വെച്ച് അതിനടിയിൽ കൂടെ ഒരു കൾവേർട്ട് ഉണ്ടാക്കി വെച്ച് വാട്ടർ പാസേജ് ഉണ്ടാക്കി വെച്ചിട്ട് ജലനിരപ്പിന് മേലെയാണ് അതിനെ തടസ്സം ചെയ്തുകൊണ്ട് ബീം നിൽക്കുന്നത്. ഇതാണ് 99% മനുഷ്യ നിർമ്മിത നമ്മുടെ ഗുണഭോഗത്തിലേക്കെന്ന് പറഞ്ഞ് നമ്മുടെ അന്തകരായി നിൽക്കുന്ന ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപിതമായ സ്ട്രക്ചേഴ്സ് ആണ് ഇതിനകത്ത്. കടലിനെ ഒരിക്കലും കുറ്റം പറയരുത്. വേലിയേറ്റം, വേലിയിറക്കം, സുനാമി പോലും വന്ന് കയറിയതുപോലെ തന്നെ എടുത്തോണ്ട് പോയി. സമയവും കൃത്യമായി. ഇതൊരു ദൈവതത്വമാണ്. ദൈവം അത് കൃത്യമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാറ്റിനും ഒരു ബ്രീതിങ് സ്പേസ്, ഒരു നോൺ ബ്രീതിങ് സ്പേസ് അപ്പുറത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. അതുകൊണ്ടല്ലേ ബ്രീതിങ് സ്പേസ് വേണമെന്ന് നമ്മൾ പറയുന്നത് തന്നെ. അപ്പൊ ആ നോൺ ബ്രീതിങ് സ്പേസ് ആയിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. പക്ഷെ തെറ്റുകളിൽ നിന്ന് മനുഷ്യ നീ തിരുത്തി വരൂ എന്ന് പറയുന്നതിനാണ് ഈ അപകട സൂചനകൾ എന്ന് നമ്മൾ പറയുന്നത്. ആ സൂചനകളൊക്കെ ചിലപ്പോൾ നമുക്ക് താങ്ങാവുന്നതിനും നമുക്ക് സ്വീകരിക്കാവുന്നതിനും അപ്പുറം വലിപ്പം പ്രാപിക്കുന്നു എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഗ്ലോബൽ വാർമിംഗിന്റെ ഇതൊരു വലിയ ടെക്സ്റ്റാണ്. ജനീവ കൺവെൻഷൻ എന്ന് നമ്മൾ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ കുട്ടനാടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. വലിയ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞത്. അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ സ്ഥലമാണ്. കാരണം വിസ്തൃതമായിട്ട് 16,000 മീറ്റർ വിസ്തീർണമുള്ള കോൾനിലങ്ങളുണ്ട്. നമ്മളിപ്പോ റൂഫ് വെള്ളം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയൊരു തണ്ണീർത്തടം നമ്മുടെ നഗരത്തിനോട് ചേർന്ന് കിടക്കാണ്. അവിടെ നന്നായിട്ട് വാട്ടർ മാനേജ് ഈ ടൈഡൽ എഫക്റ്റ് ഒക്കെ നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് മാനേജ്മെന്റ് അല്ലെ വളരെ ഷട്ടേഴ്സ് വഴി ഹൈറ്റൈഡ് ഒരു 2-3 ദിവസം എന്താണ് നമുക്ക് ഹൈറ്റൈഡ് മാസത്തിൽ 2 വട്ടമാണ് ഹൈറ്റൈഡ് ഉണ്ടാവുക. ഏറ്റവും വലിയ ഹൈസ്റ്റ് ഹൈറ്റൈഡ് ഉണ്ടാവുക അപ്പോഴാണ് നമ്മുടെ ടൈഡൽ ഹൈറ്റ് കൂടുന്നത്. ആ ദിവസങ്ങളിലെ മാനേജ്മെന്റിന് പറ്റിയ രീതിയിലുള്ള ഒരു ബഫർ നിൽക്കുന്നു, വിസ്തൃതമായ ഒരു ബഫർ. ഈ നഗരത്തേക്കായൊക്കെ വലിപ്പത്തിലേറിയ വലിയൊരു തണ്ണീർത്തടക്കെട്ടാണ്. വെള്ളം ശേഖരിക്കാൻ അവിടെ കൃഷിയുമില്ല. ആ സമയത്ത് ജലശേഖരണയാണ്, വലിയൊരു ജലശേഖരണയാണ്. അത് കൃത്യമായിട്ട് മാനേജ് മെറ്റിക്കുലസ് ആയിട്ട് സൂക്ഷ്മതയോടെ മാനേജ് ചെയ്താൽ ഈ ഒരു കടലേറ്റം ഒന്നും പ്രശ്നമേ അല്ല, പ്രത്യേകിച്ചും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് അപ്പുറത്ത് പൊഴിമുഖങ്ങളിലൂടെ അഴിമുഖങ്ങളിലൂടെ കടലിലോട്ട് പോവുകയാണ്. അവിടെ ഏറ്റവും ഉണ്ടെങ്കിൽ നമുക്കിവിടെ മാനേജ് ചെയ്യാം, ഷട്ടർ അടച്ചു വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം തുറന്നുവിടാനുള്ള സൗകര്യമുണ്ട്. അത്ര ഒരു ബഫർ ഏരിയ നമുക്കുണ്ടെന്നുള്ള വലിയ ഭാഗ്യമാണ്. അത് ബ്ലെസ്സിങ്സ് ഷുഡ് നോട്ട് ബി മെയ്ഡ് കാർസ്. അവിടെ ഒരു ശാപമാക്കി മാറ്റാതെ ആ ബ്ലെസ്സിങ്സ് ആക്കി തന്നെ നിർത്താമെങ്കിൽ അതിന് സാധ്യതയുണ്ട്.
എവിടെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു നഗരം, ഒരു നദി വന്ന് അവിടെ നല്ലൊരു ഗ്രീനറിയുള്ള നമ്മളെ അത് ഒരു ഗ്രീൻ സംവിധാനത്തിലൂടെ പൊടിച്ചാലിലെത്തിച്ച് പൊടിച്ചാലിൽ നിന്ന് കടലിലോട്ട് വിടാൻ കഴിയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രകൃതിയുടെ അനുഗ്രഹീതമായ കേരളത്തിൽ ഏതെങ്കിലും ഒരു പട്ടണം അങ്ങനെ കാണിക്കാമോ? ഒരു നദി വന്ന് കഴുകി പോകുന്ന ഒരു നഗരം ഉണ്ട്? ഇനി കേരളത്തിന്റെ സ്ഥിതി എടുത്താൽ തന്നെ 41 നദികളുടെ ഫ്ലോ മെത്തേഡ് ഈ എഞ്ചിനീയറിംഗ് ഈ നെതർലാൻഡിലൊക്കെ ചെയ്യുന്ന സിസ്റ്റം തന്നെ ഈ ഷട്ടറുകളൊന്നും കൂടെ ചെയ്യാൻ പറ്റും. അത് പക്ഷേ നമ്മുടെ ഉയർന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ബിലോ സീ ലെവലായിട്ട് കിടക്കുന്ന തൃശ്ശൂർ നഗരം. 1.3 മീറ്റർ ബിലോ സീ ലെവലാണ്. അവിടുത്തെ ചോറാണ് നമ്മൾ ഉണ്ണുന്നത്. സാർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആക്സിൽ ഉൾപ്പെടുത്തി